അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. وقال حبيبنا وسيدنا وشفيعنا رسول الله صلى الله عليه وسلم: الحجاج والعمار وفد الله أو كما قال رسول الله صلى الله عليه وسلم: الحج المبرور ليس له جزاء إلا الجنة أو كما قال رسول الله صلى الله عليه وسلم. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മളെ ഈ സദസ്സിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലത് പറയാനും കേൾക്കാനും അമൽ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് കേൾക്കുന്ന ആളുകൾ മാത്രമല്ല, അൽഹംദുലില്ലാഹ് പറയുന്ന ആളും ശരിയായ രൂപത്തിൽ അമൽ ചെയ്യാൻ ഏറ്റവും ഉത്തരവാദപ്പെട്ട ആളാണ്. അള്ളാഹു ശരിയായ രൂപത്തിൽ അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളാക്കി തീർക്കുമാറാകട്ടെ. സാലിഹീങ്ങളായ മക്കളെ കൊണ്ട് ഇരുലോകത്തും ഉപകാരവും അതേപോലെ തന്നെ പ്രയോജനവും ലഭിക്കുന്ന ഭാഗ്യവാന്മാരായ മാതാപിതാക്കളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഴുവൻ മുസ്ലിം ഉമ്മത്തിൻ്റെയും പ്രശ്നങ്ങൾക്ക് അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. മുഴുവൻ കാലാവസ്ഥയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ. കാലാവസ്ഥ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്കും അള്ളാഹു യഥാർത്ഥമായ രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ. വയനാടിൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, മരിച്ചുപോയ ആളുകൾക്ക് ഷഹാദത്തിൻ്റെ ഉയർന്ന പദവി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ജീവിച്ചിരുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും നല്ലൊരു ജീവിതവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീൻ്റെ മണ്ണിൽ മരണപ്പെട്ടു പോയ ആ മക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന മക്കളായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ അവരെ കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന്, ഏതെല്ലാം കോണുകളിൽ നിന്ന് ആരെല്ലാം ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പരിശുദ്ധമായ ഭവനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ മുഴുവൻ അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ഹജ്ജിൻ്റെ കബൂലിയത്ത് അഥവാ ഹജ്ജിൻ്റെ സ്വീകാര്യത എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ 2024 ഹജ്ജ് നിർവഹിച്ച ആളുകൾ തിരിച്ചു വന്നപ്പോൾ അവർക്കൊരു സ്വീകരണം നൽകണം. അവരോട് കബൂലായ ഹജ്ജിൻ്റെ അടയാളങ്ങളെക്കുറിച്ചൊന്ന് പറയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. ആ സമയത്താണ് ഗവൺമെൻറ് 2025 അടുത്ത വർഷം ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകൾക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചത്. അതുകൊണ്ടാണ് 2 വർഷത്തേക്കുള്ള 2025 ഹജ്ജിന് പോകുന്ന ആളുകൾക്കും 2024 ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്ന ആളുകൾക്കും ഇതിനിടയിൽ ഹജ്ജും ഉംറയും നിർവഹിച്ച മുഴുവൻ ആളുകൾക്കും അൽഹംദുലില്ലാഹ് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അവരുടെ ഹജ്ജ് എങ്ങനെയാണ് കബൂൽ ചെയ്യുക, ഉംറ എങ്ങനെയാണ് കബൂൽ ചെയ്യുക, നിർവഹിക്കപ്പെട്ട ഹജ്ജിനും ഉംറയ്ക്ക് ശേഷം നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊന്ന് അൽഹംദുലില്ലാഹ് സദസ്സിൻ്റെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉൾക്കൊള്ളാൻ വേണ്ടിയുമാണ് അൽഹംദുലില്ലാഹ് ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരുമാറാകട്ടെ.
എല്ലാ അമലുകളെക്കുറിച്ചും ഉലമാക്കൾ 3 കാര്യങ്ങൾ നമ്മളോട് പറയും. വളരെ ശ്രദ്ധയോടു കൂടി കേട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു മാറ്റത്തിന് കാരണമായി തീരും. 3 കാര്യങ്ങളാണ് ഉലമാക്കൾ പറയുന്നത്. 1 അതിൻ്റെ തൗഫീഖ്, 2 അതിൻ്റെ ഖബൂലിയത്ത്, 3 അതിൻ്റെ ഹിഫാദത്ത്. അൽഹംദുലില്ലാഹ് വളരെ ശ്രദ്ധയോടു കൂടി കേൾക്കുക. എന്താണ് നമ്മൾ അമലുകൾ ചെയ്യുന്നത്? 1 ചെയ്യാനുള്ള തൗഫീഖ് അൽഹംദുലില്ലാഹ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകണം. 2 ചെയ്ത അമലുകൾ അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കപ്പെടണം, അത് ഖബൂലാകണം. 3 സ്വീകരിക്കപ്പെട്ട അമലുകൾ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കണം. ആഖിറത്തിൽ ഇൻഷാ അതിൻ്റെ പ്രതിഫലവും പ്രയോജനവും അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് നേടിയെടുക്കണം. എങ്ങനെയാണിത്? ഒന്നാമത്തെ നമ്മളുടെ ഖബൂലിയത്ത്, ഒന്നാമത്തെ നമുക്ക് നൽകുന്ന തൗഫീഖാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ സ്വയംസ്കാരത്തിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കെല്ലാമാണ് തൗഫീഖ് നൽകിയത്? ആ തൗഫീഖ് നൽകിയ മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ്. തൗഫീഖ് നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഹയ്യാല സ്വലാത്ത് ഹയ്യാൽ ഫലാ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ല, നന്മയിലേക്ക് മുന്നേറാനുള്ള കഴിവും തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഴിവും ശക്തിയും നൽകുന്നവൻ അവൻ ഏകനായ അള്ളാഹു മാത്രമാണ്. ലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാ. അല്ല, ശക്തി, നന്മ ചെയ്യാനുള്ള ശക്തിയും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കഴിവ് നൽകുന്നവൻ ഏകനായ അള്ളാഹു മാത്രമാണ്. ബാങ്കിൻ്റെ ശബ്ദം കേട്ടു നമ്മൾ പറഞ്ഞു. പക്ഷേ എല്ലാ ആളുകൾക്കും നമസ്കരിക്കാനുള്ള തൗഫീക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. നമസ്കാരത്തിലുള്ള തൗഫീക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് കൊടുത്തു അവർക്ക് മാത്രമേ നിസ്കരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒന്നാമത്തത് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വീണ്ടും വീണ്ടും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് സന്ദർശിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇനി രണ്ടാമത്തത് അൽഹംദുലില്ലാഹ് തൗഫീക്ക് കിട്ടി, പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഖബൂലിയത്ത് കിട്ടണം, അള്ളാഹു സ്വീകരിക്കപ്പെടണം. ഏതെങ്കിലും ഒരു അമൽ നമ്മൾ ചെയ്ത് അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കപ്പെട്ടില്ല എങ്കിൽ ഈ അമൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വളരെ നിസ്സാരമായ ഒരു അമൽ നമ്മുടെ ജീവിതത്തിൽ നിർവഹിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നതിൻ്റെ പ്രതിഫലം ഈ ഭൂമി ലോകത്തിന് താങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ് എന്നുള്ളൊരു ഒരു മനുഷ്യനൊരു ഒരു വാക്യം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് എത്ര പരിശുദ്ധനാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞ ആ വാക്യം കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തിൽ അൽഹംദുലില്ലാഹ് സന്തോഷിക്കും. ആ മനുഷ്യനുള്ള പ്രതിഫലം എങ്ങാനും ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നുവെങ്കിൽ ഈ ഭൂമിക്ക് താങ്ങാൻ പോലും സാധിക്കില്ല. ഇത്രയും വണ്ണമായ പ്രതിഫലം, ഇത്രയും വലിയൊരു പ്രതിഫലം ഒരു സുബ്ഹാനല്ലാഹ് എന്ന പദത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിശദീകരിച്ചു തരും. ഒരു തവണ സുലൈമാൻ നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ നബിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. ലോകത്തിലെ മുഴുവൻ വസ്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കാറ്റിനെ, വായുവിനെ, വെള്ളത്തിനെ, ജിന്നുകളെ, മുഴുവൻ വസ്തുക്കളെയും, പക്ഷികളെ, പർവാദികളെ, മുഴുവൻ വസ്തുക്കളെയും സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു. ഒരു പ്രാവശ്യം ആകാശത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ തഖ്തിലൂടെ അദ്ദേഹത്തോടൊപ്പമുള്ള മുഴുവൻ ആളുകളെയും കൂട്ടി ഇങ്ങനെ ആകാശത്ത് കൂടി ഇങ്ങനെ വായുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഭൂമിയിൽ വെച്ച് ഒരു സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ കാണുകയാണ്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ കാണുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, അദ്ദേഹത്തിൻ്റെ തഖ്ത് ആകാശത്ത് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളോട് കൂടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രംഗം ഭൂമിയിൽ വെച്ചൊരു സത്യവിശ്വാസി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ സത്യവിശ്വാസി തൻ്റെ നാവിലൂടെ ഉച്ചരിച്ച് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അള്ളാഹു നീ എത്ര വലിയ പരിശുദ്ധനാണ്, എത്ര വലിയ അനുഗ്രഹങ്ങളാണ് നീ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് നൽകിയിരിക്കുന്നത് എന്ന് ആ സത്യവിശ്വാസി എന്ന് ഭൂമിയിൽ വെച്ച് പറയുകയാണ്. കാറ്റിൻ്റെ ശബ്ദത്തിൽ ഈ ശബ്ദം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചെവിയിലേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ തഖ്തിന് മുഴുവനും ആ സത്യവിശ്വാസിയുടെ മുമ്പിലേക്ക് ഒന്ന് ഇറക്കി വെച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, നീ എന്താണ് പറഞ്ഞത്? ആ മനുഷ്യൻ ഭയപ്പെട്ടു പോയി. സുലൈമാൻ നബി അലൈഹി സ്വലാം എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ആ മനുഷ്യൻ ഭയപ്പെട്ടു പോയി. സുലൈമാൻ നബി അലൈഹി സ്വലാം ആ മനുഷ്യനോട് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സന്തോഷത്തിന്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ കീഴ്പ്പെടുത്തലുകളെ മുഴുവനും കണ്ടതുകൊണ്ട് ഞാൻ ഏകനായ അള്ളാഹുവിനൊന്ന് സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് എത്ര പരിശുദ്ധനാണ് എന്ന് അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുകയും പുകഴ്ത്തുകയും മാത്രമാണ് ചെയ്തത് എന്ന് ആ സത്യവിശ്വാസി സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിനോട് പറഞ്ഞ മറുപടി, ഞാനും എൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഒരു ദിവസം നശിച്ചു പോകും, ഒരു ദിവസം മരണപ്പെട്ട് ഇല്ലാതായി പോകും. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ സുബ്ഹാനല്ലാഹ് ഇത് ഒരിക്കലും തന്നെ അവസാനിക്കുകയില്ല. ഇതിൻ്റെ എങ്ങാനും പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെക്കാളെല്ലാം ഏറ്റവും വലിയൊരു പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സുബ്ഹാനല്ലാഹ് എന്നൊരു പദത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം ആ സത്യവിശ്വാസി അറിയിച്ചു എന്നറിയുമ്പോൾ, ഒരു സുബ്ഹാനല്ലാഹ്ക്ക് ഇത്രയും വലിയൊരു പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെങ്കിൽ, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ അതിൻ്റെ പ്രതിഫലം ഏറ്റവും വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചത്. നമ്മൾ നിർവഹിക്കുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടണം. സ്വീകരിക്കപ്പെടുന്ന ഒരു അമലിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒരു സ്ത്രീ ഒരു മോശമായ പ്രവർത്തനം നടത്തിയ ഒരു സ്ത്രീ ഒരു പട്ടിക്ക് അല്ലെങ്കിൽ ഒരു നായക്ക്, ഒരു നജസായ ഒരു മൃഗത്തിന് വെള്ളം കൊടുത്തു എന്നതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഖബൂൽ ചെയ്യുകയും സ്വീകരിക്കുകയും
അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗം നൽകി സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുചരന്മാർക്ക് സഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയും സംഭവം നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഒരു അമൽ ചെയ്തു, ഒരു നായക്ക് വെള്ളം കൊടുത്തു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്ത്രീയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ നിർവഹിക്കുന്ന അമലുകൾ അത് സ്വീകരിക്കപ്പെടണം, അള്ളാഹുവിൻ്റെ പക്കൽ ഖബൂലായിപ്പെടണം. ഒന്ന് തൗഫീഖാണ്, രണ്ട് ഖബൂലിയത്താണ്, സ്വീകാര്യതയാണ്. നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, നരകമോചനം നൽകുമാറാകട്ടെ, സ്വർഗത്തിൻ്റെ ഉയർന്ന അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടണം. മൂന്നാമത്തത്, സ്വീകരിക്കപ്പെട്ട അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ സംരക്ഷിക്കപ്പെടണം. സ്വീകരിക്കപ്പെട്ടാൽ മാത്രം പോരാ, അത് സംരക്ഷിക്കപ്പെടണം, അതിനെ ഹിഫാദത്ത് ചെയ്യണം, അതിനെ സൂക്ഷിക്കണം. മരണം വരെ ആ അമലുകളെ സൂക്ഷിക്കണം. അതല്ല എങ്കിലോ ആ അമലുകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഹജ്ജ് ചെയ്ത ഹാജിമാർ, ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ഹാജിമാർ, ഉംറ ചെയ്ത മുഅ്തമിരീങ്ങൾ, അല്ലെങ്കിൽ ഉംറ ഉദ്ദേശിക്കുന്ന ആളുകൾ, മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഒന്ന്, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആ തൗഫീഖ് അൽഹംദുലില്ലാഹ് അള്ളാഹു നിർവഹിക്കാൻ വേണ്ടിയുള്ള ഭാഗ്യം നൽകി. രണ്ട്, അത് ഖബൂൽ ചെയ്യണം അള്ളാഹുവിൻ്റെ പക്കൽ. മൂന്ന്, അതിനെ മരണം വരെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം സഹാബാക്കളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മുഫ്ലിസ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആരാണ് മുഫ്ലിസ്? പൈസയില്ലാത്ത ആളുകൾ, പാപ്പരായിപ്പോയ ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. എന്താ സഹാബാക്കൾ പറഞ്ഞത്? ലാ ദിർഹമ വലാ ദീനാറ, ദീനാറും ദിർഹമും ഇല്ലാത്തവനാണ്, അല്ല ഒരു പൈസ ഇല്ലാത്ത ആളുകളെ കുറിച്ചാണ് ഞങ്ങൾ മുഫ്ലിസ് അഥവാ പാപ്പരായ ആളുകൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പാപ്പരായ ആളുകൾ ഈ ആളുകളല്ല. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ പാപ്പരായ ആളുകൾ ആരാണ്? നാളെ ആഖിറത്തിലേക്ക് വലിയ വലിയ അമലുകളുമായി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഏറ്റവും വലിയ യമനിലെ തിഹാമ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ആ പർവ്വതം പോലും അമർന്നു പോകുന്ന രൂപത്തിലുള്ള വലിയ അമലുകളുമായി നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വലിയ വലിയ അമലുകളുമായി നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് വരും. അള്ളാഹുവിൻ്റെ സന്നിധിയുടെ അദ്ദേഹത്തിൻ്റെ അമലുകൾ മുഴുവൻ സമർപ്പിക്കുമ്പോൾ മറ്റു ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കടന്നു വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവിനോട് ആ മനുഷ്യർ പറയും, ഈ മനുഷ്യൻ എന്നെ ചീത്ത പറഞ്ഞു, ഈ മനുഷ്യൻ എന്നെ ഗീബത്ത് പറഞ്ഞു, ഈ മനുഷ്യൻ എന്നെ നമീമത്ത് പറഞ്ഞു, ഈ മനുഷ്യൻ എൻ്റെ അവകാശം തട്ടിയെടുത്തു, ഈ മനുഷ്യൻ എനിക്ക് ഇത്ര സംഖ്യകൾ തരാനുണ്ട്, അള്ളാഹുവെ അത് തന്നതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അമലുകളെ മുഴുവൻ അവിടെ പിടിച്ചു നിർത്തും. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമലുകൾ മുഴുവനും ആരെയാണോ ചീത്ത പറഞ്ഞത്, ആരെയാണോ ഗീബത്ത് പറഞ്ഞത്, ആരെയാണോ നമീമത്ത് പറഞ്ഞത്, ആരുടെ അവകാശങ്ങളാണോ തട്ടിയെടുത്തത്, ആർക്കാണോ പണവും സമ്പാദ്യവും കൊടുക്കാൻ ബാക്കിയുള്ളത്, അവർക്ക് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അമലുകളൊന്ന് വീതിച്ചു കൊടുക്കും. എന്നൊക്കെ കളവ് പറഞ്ഞതിന് ഇദ്ദേഹത്തിന് ഇത്ര അമലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയും ആർക്കെങ്കിലും 2 ദിർഹം കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കപ്പെട്ട 700 നമസ്കാരം പകരമായി കൊടുക്കണം എന്ന് ഉലമാക്കൾ അവരുടെ കിതാബുകൾ എഴുതി വെച്ചു. നമ്മുടെ നമസ്കാരം എത്ര സ്വീകരിക്കപ്പെട്ടു എന്ന് പോലും നമുക്കറിയുകയില്ല. സ്വീകരിക്കപ്പെട്ട 700 നമസ്കാരങ്ങളാണ് 2 ദിർഹമിന് പകരമായി നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾക്ക് പകരമായി നൽകേണ്ടി വരിക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തരികയാണ്. നമ്മൾ ഹജ്ജ് നിർവഹിച്ചാൽ മാത്രം പോരാ, ഹജ്ജ് നിർവഹിച്ച് നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അള്ളാഹു ഞാൻ നിർവഹിച്ച ഹജ്ജ് എൻ്റെ കിതാബുകളിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നീ ഇന്നാൾക്ക് പകരമായി കൊടുക്കാനുള്ള നിന്റെ അവരുടെ അവകാശങ്ങൾക്ക് പകരമായി നിന്റെ ഹജ്ജ് എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സംഘം എത്ര വലുതായിരിക്കും. ഞാൻ ഉംറ ചെയ്തു, ഒരേ സമയം തന്നെ ഉംറക്ക് പോയി 4 or 5 ഉംറ ചെയ്തു, പക്ഷേ എൻ്റെ കിതാബുകളിൽ ഉംറ കാണുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇദ്ദേഹത്തിന് പകരമായി നിന്റെ ഉംറ കൊടുത്തു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഖേദമായിരിക്കും ആ മനുഷ്യനുണ്ടാകുക നമ്മൾ ആലോചിച്ച് നോക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുഴുവൻ അമലുകളും ആളുകൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കും അവകാശങ്ങൾക്ക് പകരമായി. അവസാനം ഇദ്ദേഹത്തിൻ്റെ അമലുകൾ മുഴുവനും തീർന്നുപോയി, ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ അമലുകൾ തീർന്നുപോയി. പക്ഷേ ആവശ്യക്കാർ തീർന്നിട്ടില്ല എന്നെങ്കിൽ അവരുടെ കുറ്റങ്ങളെടുത്ത് പാപങ്ങളെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ചുമലിലേക്ക് വെക്കും, എന്നിട്ട് ഇദ്ദേഹത്തിനെ നരകത്തിലേക്ക് അയക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അല്ല, ഇബാദത്തുകൾ ചെയ്തു, ഖബൂൽ ചെയ്തു, പക്ഷേ അതിനെ സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചില്ല. ആളുകൾ കുറ്റം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അമലുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തോട് വന്ന് പറഞ്ഞു, ഇന്നാളുകൾ നിങ്ങളെക്കുറിച്ച് ഇന്ന് അപരാധം പറഞ്ഞെന്ന് പറയുമ്പോൾ ഷാഫി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹത്തിന് വലിയ സമ്മാനപ്പൊതി കൊടുത്തേക്കും. എന്നിട്ട് പറയും, നിങ്ങളുടെ അമലുകൾ എനിക്ക് പകരമായി നൽകിയതിന് ഈ സമ്മാനം നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറയുമെന്നുള്ളതാണ്. നമ്മൾ അമലുകൾ ചെയ്താൽ മാത്രം പോരാ, അമലുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഹജ്ജ് നിർവഹിച്ചാൽ മാത്രം പോരാ, ഹജ്ജ് കബൂലായാൽ മാത്രം പോരാ, ജീവിതത്തിൻ്റെ അവസാനം വരെ ഹജ്ജിനെ സൂക്ഷിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഒന്നാമത്തത് അൽഹംദുലില്ലാഹ് നമുക്ക് അല്ലാഹു നൽകുന്ന തൗഫീഖാണ്. രണ്ടാമത്തത് അല്ലാഹുവിൻ്റെ പക്കലുള്ള അതിൻ്റെ സ്വീകാര്യതയാണ്, അതിൻ്റെ ഖബൂലിയത്താണ്. മൂന്നാമത്തത് അൽഹംദുലില്ലാഹ് അതിൻ്റെ ഹിഫാദത്താണ്, അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മരണം വരെ ഞാൻ നിർവഹിച്ച ഹജ്ജ് മറ്റൊരാൾക്ക് നൽകുകയില്ല.
ഞാൻ നിർവഹിച്ച ഉംറ മറ്റൊരാൾക്ക് പകരമായി നൽകുകയില്ല, ഞാൻ നിർവഹിച്ച സകാത്ത് മറ്റൊരാൾക്ക് പകരമായി നൽകുകയില്ല, ഞാൻ നിർവഹിച്ച നമസ്കാരം മറ്റൊരാൾക്ക് പകരം നൽകുകയില്ല എന്ന് സത്യസന്ധമായ വിശ്വാസത്തോടു കൂടി അമലിനെ ഉത്തരവാദിത്വത്തോടു കൂടി മരണം വരെ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്വം സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹ്, ഒന്ന് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന തൗഫീഖ്, രണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സ്വീകാര്യത, അതിൻ്റെ ഖബൂലിയത്ത്, മൂന്ന് അതിൻ്റെ ഇഫാദത്ത്, അതിൻ്റെ സംരക്ഷണം. ഇത് ഏറ്റെടുത്താൽ മാത്രമേ ഇതിൻ്റെ പ്രയോജനവും പ്രതിഫലവും നാളെ ആഖിറത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലുള്ള ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്ക് തൗഫീഖും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറയാനുള്ള കാരണം ധാരാളം ആളുകൾ അൽഹംദുലില്ലാഹ് ഹജ്ജും ഉംറയും നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ നമ്മളിത് കാണുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ നമുക്ക് സംശയം തോന്നിപ്പോകുന്നുണ്ട്. ഇവരുടെ ഹജ്ജുകളും ഉംറകളും ഖബൂലായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോവുകയാണ്. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വാഗ്ദാനമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം, നന്മ നിറഞ്ഞ ഹജ്ജിന്റെ പ്രതിഫലം, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തന്നിരിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹുവിൻ്റെ പക്കൽ മബ്റൂറായിട്ടുണ്ടെങ്കിൽ, സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നന്മ നിറഞ്ഞതാണെങ്കിൽ ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗ്ഗം നൽകും. മറ്റൊന്നുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിയാവുകയില്ല. എൻ്റെ അടിമ ഹജ്ജ് നിർവഹിച്ചു, അവൻ്റെ മുഴുവൻ പാപങ്ങൾ ഞാൻ അവനിൽ നിന്ന് പുറത്ത് മാപ്പാക്കി കൊടുത്തു, നാളെ ആഖിറത്തിൽ എൻ്റെ സൗദാര്യവും എൻ്റെ പൊരുത്തവും എൻ്റെ സ്വർഗ്ഗവും ആ മനുഷ്യന് വേണ്ടി ഞാൻ നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കരാറിൽ അവൻ എഴുതി വെക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം ഹജ്ജ് നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴാണ് ഇങ്ങനെ ഒരു ഹജ്ജിൻ്റെ തൗഫീഖ് നമുക്ക് നൽകുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഹജ്ജിൻ്റെ മാസം ആരംഭിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽ ഹജ്ജുൽ മബ്റൂർ. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അൽഹംദുലില്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെന്താണ്? ഹജ്ജിൻ്റെ മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയപ്പെടുന്ന മാസങ്ങളാണെന്ന് പറഞ്ഞു. റമദാൻ മാസം കഴിഞ്ഞാലാണ് അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ മാസം ആരംഭിക്കുന്നത്. റമദാൻ മാസം കഴിഞ്ഞാലാണ്. ശവ്വാൽ മുതൽ ഹജ്ജിൻ്റെ മാസമാണ്. ദുൽഖഅദ ഹജ്ജിൻ്റെ മാസമാണ്. ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ അത് ഹജ്ജിൻ്റെ അമലുകൾ നടക്കുന്ന ആ ദിവസങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഹജ്ജിൻ്റെ മാസം ആരംഭിക്കുന്നത് റമദാൻ അവസാനിക്കുന്നതോട് കൂടിയാണ് അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ മാസം ആരംഭിക്കുന്നത്. ഹജ്ജിൻ്റെ മാസം ആരംഭിക്കുന്നത് റമദാൻ അവസാനിക്കുന്നതോട് കൂടി അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ മാസം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറഞ്ഞത്? ഹജ്ജിൻ്റെ മാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഹജ്ജിന് വേണ്ടി പോകുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വതസവ്വദു, നിങ്ങൾ ഹജ്ജിന് വേണ്ടിയുള്ള പാഥേയം, ഒരുക്കു സാധനങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കണം. ഹജ്ജിനുള്ള യാത്രാ സാമഗ്രികൾ നിങ്ങൾ ഒരുക്കി വെക്കും. നിങ്ങൾ പാസ്പോർട്ട് ഒരുക്കി വെക്കും, ടിക്കറ്റുകൾ ഒരുക്കി വെക്കും, നിങ്ങളുടെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കും, നിങ്ങൾ ഹജ്ജിന് ആവശ്യമായ യാത്രാ സാമഗ്രികൾ മുഴുവൻ നിങ്ങൾ ഒരുക്കി വെക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, വതസവ്വദു, ഇതെല്ലാം നിങ്ങൾ ഒരുക്കി വെക്കണം. വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ആ ഒരുക്കി വെക്കുന്ന സാധനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് തഖ്വയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. തഖ്വയാണ് നമ്മൾ ഒരുക്കി വെക്കുന്ന സാധനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് തഖ്വയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എവിടെയാണ് ഈ തഖ്വ ആരംഭിക്കുന്നത്? ഈ തഖ്വ ആരംഭിക്കുന്നത് റമദാനിലാണ്. ഈ തഖ്വ ആരംഭിക്കേണ്ടത്. റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കുകൾ എന്താണ്? റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റമദാൻ മാസം മുഴുവൻ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ആ നോമ്പനുഷ്ഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായിത്തീരും, നിങ്ങൾ തഖ്വയുള്ള ആളുകളായിത്തീരും, നിങ്ങൾ തഖ്വയുള്ള ആളായിത്തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, റമദാനിൻ്റെ 30 ദിവസത്തെ നോമ്പ്, ആദ്യത്തെ 10 ദിവസം നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചൊരിയും. നിങ്ങൾക്ക് പാപങ്ങൾ മാപ്പാക്കി തരും. നിങ്ങൾക്ക് യത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ മോചിപ്പിക്കും. നിങ്ങൾ റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, റമദാനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, റമദാനിൻ്റെ രാത്രി കാലങ്ങളിൽ മുഴുവനും നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഖിയാമുൽ ലൈലിൻ്റെയും തറാവീഹിൻ്റെയും നമസ്കാരങ്ങൾ നിർവഹിച്ചു. അതിനുശേഷം നിങ്ങൾ അല്ലാഹുമായി തഖ്വയോട് കൂടി ഏറ്റവും കൂടുതൽ അല്ലാഹുമായി നിങ്ങൾ അടുത്തു. ആ അടുത്തതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ഹജ്ജിൻ്റെ മാസങ്ങൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഹജ്ജിൻ്റെ മാസം അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് വമാ തഫ്അലു മിൻ ഖൈരി യഅലമുഹുല്ലാഹ് വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്,
റമദാൻ മാസത്തിൽ മുഴുവൻ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചു, റമദാൻ മാസത്തിൻ്റെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ തറാവീഹ് നമസ്കരിച്ചു, റമദാൻ മാസത്തിൻ്റെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ ഖിയാമുൽ ലൈൽ നിർവഹിച്ചു, റമദാൻ മാസത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിൽ നിങ്ങൾ സദഖകൾ ചെയ്തു, അള്ളാഹുമായി നിങ്ങൾ അടുത്ത് തഖ്വയുണ്ടായിത്തീർന്നു. ആ തഖ്വയോട് കൂടി ആയിരിക്കണം നിങ്ങൾ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യേണ്ടത്. ശവ്വാൽ മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഹജ്ജിൻ്റെ യാത്രകൾ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്? ഏറ്റവും നല്ല തഖ്വയോട് കൂടി സൂക്ഷ്മതയോട് കൂടി ആയിരിക്കണം നിങ്ങൾ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമസ്കാരം മുഖേന നിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കും, അതുവഴി നിങ്ങൾ തഖ്വയുള്ള ആളുകളായിത്തീരും. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയാണ്, സൂക്ഷ്മതയുള്ള ആളുകളാകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം പറഞ്ഞില്ല. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കെന്താണ്? വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, തഖ്വയോട് കൂടി നിങ്ങൾ യാത്ര ചെയ്യണം, തഖ്വയോട് കൂടി നിങ്ങൾ യാത്ര ചെയ്യണം. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തഖ്വ ലഭിക്കുമെന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നോമ്പിൽ നിങ്ങൾ നേടിയെടുത്ത തഖ്വയോട് കൂടി ആയിരിക്കണം നിങ്ങൾ ഹജ്ജിലേക്ക് യാത്ര ചെയ്യേണ്ടത് എന്നുള്ള ഒരു സന്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ്. എന്തിനു വേണ്ടിയാണ് സഹോദരന്മാരെ ഹജ്ജിനുമാരോട് ഇത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം? ഇത് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം, ഹജ്ജിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീയും പുരുഷനും ഒന്നിച്ചാണ് യാത്ര ചെയ്യുന്നത്. ഹജ്ജല്ലാത്ത സന്ദർഭങ്ങളിൽ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ഇഹ്റാമല്ലാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾ മുഖം ഒന്ന് താഴ്ത്തിയിടണം, മുഖം ഒന്ന് മറച്ചിടണം. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൻ്റെ ചര്യയാണ്. അവർ മുഖം മറച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ നിങ്ങൾ ആ മറച്ച മുഖം ഒന്ന് തുറന്നിടണം. ആണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കണം. പള്ളിയിലേക്ക് പോകുമ്പോൾ ആണുങ്ങളോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളോട് പറഞ്ഞു, പള്ളിയിലേക്ക് പോകുമ്പോൾ ഖുസൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ആ പള്ളിയിലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളോട് പറഞ്ഞ വാക്കുകൾ എന്താണ്? ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളികളിലേക്ക് പോകുമ്പോൾ മാന്യമായ വസ്ത്രം നിങ്ങൾ ധരിക്കണം. ഒരു മുട്ടുപൊക്കലിനിടയിൽ മറയുന്ന വസ്ത്രം ധരിച്ചാൽ നമസ്കാരം ശരിയാകും. പക്ഷെ അങ്ങനെയുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടല്ല നിങ്ങൾ പള്ളികളിലേക്ക് പോകേണ്ടത്. പുരുഷന്മാരോട് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങൾ പള്ളികളിലേക്ക് പോകുമ്പോൾ നിങ്ങളിലുള്ള മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പള്ളികളിലേക്ക് പോകേണ്ടത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായ നഗ്നത നിങ്ങൾ മറക്കണം. അലങ്കാരത്തോടു കൂടി നിങ്ങൾ പള്ളികളിലേക്ക് പോകണം. അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. ഹജ്ജിന് പോകുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോൾ അല്ലാഹുവിൻ്റെ കൽപ്പന നേരെ തിരിച്ചാണ്. നിങ്ങളുടെ മനോഹരമായ വസ്ത്രങ്ങൾ നിങ്ങളൊന്ന് മാറ്റി വെക്കണം. മനോഹരമായ വസ്ത്രങ്ങൾ നിങ്ങളൊന്ന് മാറ്റിവെക്കണം. നിങ്ങളുടെ അലങ്കാരത്തിൻ്റെ ചിഹ്നങ്ങൾ നിങ്ങളൊന്ന് മാറ്റിവെക്കണം. 2 വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ട്, ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് അർദ്ധനഗ്നനായ രൂപത്തിൽ നിങ്ങൾ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യണം. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ തഖ്വയോട് കൂടിയാണ് യാത്ര ചെയ്യേണ്ടത്. തഖ്വയോട് കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മുഴുവൻ വസ്ത്രങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് 2 വസ്ത്രം, ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, വിശുദ്ധമായ കാബയിലേക്ക് ഹജ്ജും ഉംറയും ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ മുഖം തുറന്നിടണം. പുരുഷന്മാർ അർദ്ധനഗ്നായ രൂപത്തിൽ അൽഹംദുലില്ലാഹ്, ഹാജിമാർ അർദ്ധനഗ്നായ രൂപത്തിൽ അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഹറമിലേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ധരിച്ച ആ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ വിശുദ്ധമായ കാബയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. തഖ്വയോട് കൂടി യാത്ര ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. ആ തഖ്വയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. തഖ്വയില്ലാതെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വലിയ ഫസാദുകളിലും ഫിത്നകളിലും വലിയ കുഴപ്പങ്ങളിലും പ്രയാസങ്ങളിലും ഹാജിമാർ അകപ്പെട്ടു പോകുമെന്നുള്ള സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് ശേഷം യാത്ര ചെയ്യുമ്പോൾ, നോമ്പിന് ശേഷം യാത്ര ചെയ്യുമ്പോൾ, ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നോമ്പിൽ നിങ്ങൾ നേടിയെടുത്ത തഖ്വയോട് കൂടിയായിരിക്കണം നിങ്ങൾ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ രൂപത്തിലാണ് ചെയ്ത ഹാജിമാർ. ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ നിർവഹിച്ച ഹജ്ജ് ഓരോ ഹാജിമാരും സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചോദിക്കണം, ഞാൻ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് നിർവഹിച്ചു, ഈ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്തിട്ടുണ്ടോ? തഖ്വയോട് കൂടിയാണോ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുള്ളത്? ആ തഖ്വയോട് കൂടിയല്ല നാം ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് സ്വീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇനി പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഹാജിമാരോട്, വളരെ സ്നേഹത്തോടു കൂടി ഉംറ ഉദ്ദേശിക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. സ്വർഗമല്ലാതെ നിങ്ങൾക്ക് പകരം നൽകുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച ഒരു ഇബാദത്താണ്. കയൗമ വലദതുഹു ഉമ്മുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാജിയെ കുറിച്ച് പറഞ്ഞു. ഒരു ഹാജിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവൻ ഹജ്ജ് നിർവഹിച്ചു, അവൻ ഉംറ നിർവഹിച്ചു, അവസാനം വിദാഇന്റെ തവാഫ് ചെയ്തു, മക്കയോടൊന്ന്, വിശുദ്ധമായ കഅബയോടൊന്ന് വിട പറയാൻ വേണ്ടി പോവുകയാണ്. വിശുദ്ധമായ കഅബയോടൊന്ന് വിട പറയാൻ പോവുകയാണ്. ഈ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? കവലദതുഹു ഉമ്മുഹു. അവൻ ഉമ്മ പ്രസവിച്ച ദിവസം ഒരു കുഞ്ഞ് എപ്രകാരം പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമായിരുന്നോ, ആ പാപ സുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തരികയാണ്. ഒരു ഉംറ ചെയ്തു.
ഒരു ഉംറ ചെയ്തു. എന്നിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് വിദാഇന്റെ തവാഫിന് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മൾ നിന്നു. വിദാഇന്റെ തവാഫ് കഴിയുമ്പോഴേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മലക്ക് വരും ഇങ്ങനെ ചുമലിൽ തട്ടിക്കൊണ്ട് ആ മനുഷ്യനോട് പറയും, അവന്റെ ചുമലിലേക്ക് തട്ടിക്കൊണ്ട് ആ മലക്ക് ആ മനുഷ്യനോട് പറയും, നിന്റെ അമലുകളുടെ കിതാബുകളിൽ നിന്നും മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നിന്റെ അമലുകളുടെ കിതാബുകളിൽ നിന്നും മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. ഇനി നന്മകൾ ചെയ്തുകൊണ്ട് നിന്റെ റബ്ബിനെ നീ സന്തോഷിപ്പിക്കുക എന്ന് ഒരു മലക്കുകൾ വിളിച്ചു പറയുമെന്ന് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അത്തരം ഹാജിമാരിൽ നമ്മുടെ ഹാജിമാരെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ മലക്ക് വിളിച്ചു പറയുമ്പോൾ ഈ സന്തോഷം ആ ഹാജി അനുഭവിക്കുക തന്നെ ചെയ്യും. കാരണം എന്താണ്? എൻ്റെ സർവ്വമാന പാപങ്ങൾ റബ്ബ് എനിക്ക് മാപ്പാക്കി തരികയാണ്. കണ്ണിലൂടെ സന്തോഷത്തിൻ്റെ കണ്ണുനീർ അവൻ ഒഴുക്കുക തന്നെ ചെയ്യും. കാരണം എന്താണ്? സ്വീകരിക്കപ്പെട്ട ഒരു അബ്ജുമായിട്ടാണ് എൻ്റെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നത്. ഈ ഹജ്ജാണ് ഓരോ ഹാജിമാരും ഉദ്ദേശിക്കേണ്ടത്. ഈ ഉംറയാണ് ഓരോ ഉംറക്കാരും ഉദ്ദേശിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെട്ട ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. എപ്പോഴാണ് ഒരുങ്ങേണ്ടത്? അതിനുവേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഹജ്ജിനെ കുറിച്ച് നമ്മൾ ബേജാറാക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾ വഴിയെ പറയുന്നതാണ്. ഇനി ഉംറയും ഹജ്ജും ആഗ്രഹിക്കുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഒന്നാമതായി ഉംറയ്ക്ക് വേണ്ടി ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന ആളുകളോട് 2025 ഹജ്ജിന് വേണ്ടി അപ്ലിക്കേഷൻ വേണ്ടി നമ്മൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊന്ന് പാകപ്പെടുത്തണം. ഞാൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ കർമ്മം ഹജ്ജായിരുന്നു. ഹജ്ജിന് ശേഷം ഒരു ആകാമുകൾ പോലും, ഒരു നിയമങ്ങൾ പോലും, ഒരു ശരീഅത്തിന്റെ ഒരു നിയമങ്ങൾ പോലും ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല. ഹജ്ജിന്റെ അവസാന സന്ദർഭങ്ങളിൽ ആകാശലോകത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ആ അറഫയുടെ അവസാന സന്ദർഭങ്ങളിൽ അസറിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം അറഫയിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതി കൊടുക്കുകയാണ്, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിച്ചു കൊടുക്കുകയാണ്, അൽ യൗമ ഇന്നത്തെ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എൻ്റെ നിഅമത്തുകളെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു, എൻ്റെ അനുഗ്രഹങ്ങളെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. എൻ്റെ ദീനിനെ മാത്രമല്ല, എൻ്റെ അനുഗ്രഹമാകുന്ന ദീനിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ശരീരത്തിലേക്കൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എത്ര അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഈ അനുഗ്രഹങ്ങളൊന്നും യഥാർത്ഥമായ അനുഗ്രഹമല്ല. യഥാർത്ഥമായ അനുഗ്രഹം, യഥാർത്ഥമായ നിഅമത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തുകൾ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എൻ്റെ ദീനിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്നുള്ളതാണ്. അല്ല, അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നോക്ക് സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഹാജിമാരോടും ഹജ്ജുമാമാരോടും എനിക്ക് വളരെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, എത്രയോ കാലമായി അല്ലാഹുവിന്റെ അനുഗ്രഹം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹു നൽകിയിരിക്കുന്ന ഈ കണ്ണ്, ഈ കാഴ്ച, ഇത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ഈ കണ്ണെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്ക്, ഈ ലോകം മുഴുവനും ഇരുളായി പോകും. ലോകം മുഴുവനും ഇരുണ്ടതായി പോകും. ഈ ലോകത്തിന്റെ നിറങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. സ്വന്തം മക്കളെ പോലും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. സ്വന്തം ഉമ്മയെ പോലും ഒന്ന് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. ഈ കണ്ണാകുന്ന അനുഗ്രഹം ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു മുട്ടുസൂചി എടുത്ത്, ഒരു മുട്ടുസൂചി കൊണ്ട് ഈ കണ്ണിലേക്കൊന്ന് കുത്തിക്കഴിഞ്ഞാൽ അല്പം വെള്ളം വരും, ഈ കാഴ്ച ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്, എത്ര വലുതാണ്. അള്ളാഹു നമ്മോട് പറയുന്ന വാക്കുകൾ അതാണ്, വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാവ് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. മനുഷ്യനല്ലാതെ മറ്റൊരു മൃഗങ്ങൾക്ക് പോലും അള്ളാഹു സംസാരശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ചെറിയൊരു മാംസകഷ്ണമാണ്. ഒരു പോത്തിന് അറുത്ത് കഴിഞ്ഞാൽ വലിയ നാവ് കാണാൻ വേണ്ടി സാധിക്കും. വലിയ വലിയ മൃഗങ്ങൾക്ക് വലിയ വലിയ നാവ് കാണാൻ വേണ്ടി സാധിക്കും. ഒരക്ഷരം പോലും ഉരിയാടാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ഈ നാവ് കൊണ്ട് സംസാരിക്കാനുള്ള ശക്തി നൽകിയവൻ ആരാണ്? അള്ളാഹുവാണ് ഈ നാവ് കൊണ്ട് സംസാരിക്കാനുള്ള ശക്തി നൽകിയവൻ. അല്ല, എന്തെല്ലാം ശബ്ദങ്ങളാണ് നമുക്ക് പുറപ്പെടുവിക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രസംഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, പാട്ട് പാടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, കരയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ചിരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ അനുഗ്രഹമല്ല യഥാർത്ഥമായ അനുഗ്രഹം. യഥാർത്ഥമായ അനുഗ്രഹം അത് പരിശുദ്ധമായ ദീനാണ്. ഈ കാതൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. ഈ കാത് കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലേ? നമ്മൾ ഈ കാത് കൊണ്ടാണ് കേൾക്കുന്നത്. കാതില്ലാത്ത ഒരു മനുഷ്യനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം.
ഉമ്മ എന്ന മക്കളുടെ വിളി പോലും കേൾക്കാൻ കാതില്ലാത്തൊരു ഉമ്മക്ക് സാധിക്കുകയില്ല. മോനെ എന്നുള്ളൊരു വിളി കേൾക്കാൻ ഒരു കാതില്ലാത്തൊരു മോനെ സാധിക്കുകയില്ല. ഈ അനുഗ്രഹം നൽകിയവൻ അള്ളാഹുവാണ്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ ഈ അനുഗ്രഹങ്ങൾ ഒന്നും വേണ്ടി തിട്ടപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല. ഇത് നമ്മളുടെ ബാഹ്യമായ അനുഗ്രഹങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാക്കൾ പറയും മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ആർക്ക് സ്വന്തം ശരീരത്തെ അറിയാൻ വേണ്ടി സാധിച്ചോ അവന് റബ്ബിനെ അറിയാൻ വേണ്ടി സാധിക്കും. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. എൻ്റെ നഫ്സിനെ എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ എൻ്റെ റബ്ബിനെ എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കും. എൻ്റെ കണ്ണിന് കാഴ്ച നൽകിയ ശക്തി നൽകിയവൻ, എൻ്റെ കാതിന് കേൾവി ശക്തി നൽകിയവൻ, എൻ്റെ നാവിന് സംസാര ശക്തി നൽകിയവൻ, എൻ്റെ കൈകാലുകൾക്ക് ചലന ശക്തി നൽകിയവൻ, ഇതെല്ലാം നൽകിയവൻ അല്ലാഹുവാണ്. നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിലച്ചു പോകുന്നൊരു ദിവസമുണ്ട്. ഏത് ദിവസമാണ്? മരണത്തിന്റെ ദിവസം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. മരിച്ചൊരു മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ അവന് കണ്ണുണ്ട്, പക്ഷെ കാണാൻ സാധിക്കുകയില്ല. ചെവിയുണ്ട്, പക്ഷെ കേൾക്കാൻ സാധിക്കുകയില്ല. നാവുണ്ട്, പക്ഷെ സംസാരിക്കാൻ സാധിക്കുകയില്ല. കൈകാലുകളുണ്ട്, അനക്കാൻ പോലും സാധിക്കുകയില്ല. അവൻ മരിച്ചു പോയിരിക്കുകയാണ്. ഒരു സുബ്ഹാനല്ലാഹ് പോലും പറയാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന ജീവൻ, അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന റൂഹ് ആ മനുഷ്യന്റെ ശരീരത്തിൽ നീങ്ങിപ്പോയിരിക്കുകയാണ്. പക്ഷെ ആ മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഇനിയാണ്. ആ മനുഷ്യൻ അനുഗ്രഹങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ലോകത്തെ ജീവിതം അത് കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു ജീവിതം മാത്രമാണ്. കാലാകാലത്തേക്കുള്ള ആഖിറത്തിന്റെ ജീവിതം, ഒരിക്കലും അവസാനിച്ചു പോകാത്ത ആഖിറത്തിന്റെ ജീവിതത്തിലേക്കുള്ള അമലുകളാണ് ഹജ്ജിന്റെയും ഉംറയുടെയും അമലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഭാരാഭാരം പരന്നു കിടക്കുന്ന ആ സമുദ്രത്തിലേക്കൊന്നൊരു വിരൽ നമ്മളിങ്ങനെ മുക്കിയെടുത്തു. ആ വിരലിൽ അവശേഷിക്കുന്ന ആ വെള്ളമാണ് ദുനിയാവിന്റെ ജീവിതമെങ്കിൽ ആ കടലിൽ അവശേഷിക്കുന്ന ആ വെള്ളമാണ് ആഖിറത്തിന്റെ ജീവിതം എന്ന് ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. പക്ഷേ കാലാകാലമുള്ള ഈ ആഖിറത്തിന്റെ ജീവിതത്തിൽ ആ മനുഷ്യന് പ്രയോജനം ചെയ്യുന്നത് അവന്റെ ദീന് മാത്രമായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അവിടെയാണ് നമ്മുടെ ഉംറയുടെ പ്രസക്തി, അവിടെയാണ് നമ്മുടെ ഹജ്ജിന്റെ പ്രസക്തി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമ്മോട് പറയുന്നത്, നമ്മളുടെ അമലുകൾ സ്വീകരിക്കപ്പെട്ടാൽ മാത്രമേ, കബൂലായാൽ മാത്രമേ, ഹജ്ജും ഉംറയും കബൂലായാൽ മാത്രമേ ഈ സ്വർഗ്ഗം നമുക്ക് പകരമായി നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം എപ്പോഴായിരിക്കണം? ജീവിതത്തിന്റെ സന്തോഷം മരണത്തിന്റെ ദിവസമായിരിക്കണം. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മരണത്തിന്റെ ദിവസമായിരിക്കണം. എൻ്റെ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടാൻ പോകുന്ന ദിവസമാണ്. എനിക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ കടമ്പയാണ് എൻ്റെ മരണം എന്ന മനുഷ്യൻ തിരിച്ചറിയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരും അജ്മമാരും, ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ സ്വർഗ്ഗത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് അന്ന് ആലോചിച്ച് നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം എത്ര വലുതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നത്. അല്ല, മരണത്തോടു കൂടി ആരംഭിക്കുന്ന ആ ജീവിതത്തിലേക്കാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ ഹജ്ജും ഉംറയും നമുക്ക് പ്രയോജനം ചെയ്യേണ്ടത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രയോജനം എവിടെയാണ്? മരണത്തോട് ആരംഭിക്കുന്ന ആ ജീവിതത്തിൽ നമുക്ക് പ്രയോജനം ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് 3 കൂട്ടുകാരുണ്ട്, 3 ചങ്ങാതിമാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒന്നാമത്തെ ചങ്ങാതി അവനുമായുള്ള ബന്ധം അവൻ അവസാനിപ്പിച്ചു കളയും. രണ്ടാമത്തെ ചങ്ങാതി ഖബറിലേക്ക് വെക്കുന്നതോടുകൂടി അവന്റെ ബന്ധം അവൻ അവസാനിപ്പിച്ചു കളയും. മൂന്നാമത്തെ ചങ്ങാതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണസമയത്ത് അവൻ അനുഗ്രഹമാണ്, ഖബറിൽ അവൻ അനുഗ്രഹമാണ്, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ അവൻ അനുഗ്രഹമാണ്, അല്ല സിറാത്ത് പാലത്തിൽ അവൻ അനുഗ്രഹമാണ്, നാളെ വിചാരണ ചെയ്യുന്ന സമയത്ത് അവൻ അനുഗ്രഹമാണ്, സ്വർഗ്ഗത്തിൽ അവന്റെ ഓരോ പദവികളും ആ കൂട്ടുകാരൻ അവൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആരാണ്? സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ 3 കൂട്ടുകാർ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഈ 3 കൂട്ടുകാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെടുന്നതോടുകൂടി അവന്റെ സമ്പത്തും അവനും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചു. അവന്റെ ഒന്നാമത്തെ കൂട്ടുകാരൻ സമ്പത്താണ്. അവന് വലിയ സമ്പാദ്യങ്ങളുണ്ടായിരുന്നു, വലിയ വീടുകളുണ്ടായിരുന്നു, വലിയ വാഹനങ്ങളുണ്ടായിരുന്നു, വലിയ തോട്ടങ്ങളുണ്ടായിരുന്നു, വലിയ ഫാക്ടറികൾ ഉണ്ടായിരുന്നു, വലിയ കച്ചവടശാലകൾ ഉണ്ടായിരുന്നു. മരണത്തോടു കൂടി അത് മുഴുവൻ അവൻ്റെതല്ലാതെ തീർന്നു. അവൻ്റെ അനന്തരാവകാശികളുടേതാണ്, അവൻ്റെ മക്കളുടേതാണ്, ഭാര്യയുടേതാണ്, സഹോദരങ്ങളുടേതാണ്. അവനുമായുള്ള എല്ലാ ബന്ധങ്ങളും മരണത്തോടു കൂടി അവൻ്റെ മുഴുവൻ സമ്പത്തുമായുള്ള ബന്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചു കളഞ്ഞു. ഇനി ആ സമ്പത്ത് അവൻ്റേതല്ല, അവൻ്റെ അനന്തരാവകാശികളുടേതാണ്. മരണത്തോടു കൂടി നമ്മളെ സമ്പത്താകുന്ന നമ്മുടെ കൂട്ടുകാർ നമ്മുമായി പിരിഞ്ഞു കഴിഞ്ഞു.
രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുമായുള്ള ബന്ധം അത് ഖബർസ്ഥാൻ വരെ മാത്രമേ ഉള്ളൂ. ഖബർസ്ഥാൻ വരെ മാത്രമേ ഉള്ളൂ. നിങ്ങളെ കുളിപ്പിച്ചു, അല്ലെ നിങ്ങളൊന്ന് കഫം ചെയ്തു, എന്നിട്ട് ഖബർസ്ഥാനിലേക്കൊന്ന് കൊണ്ടുപോകും. ആ ഖബറിലേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പിടി മണ്ണ് വാരിയെറിയും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഈ മൂന്ന് അൽഹംദുലില്ലാഹ് മണ്ണ് വാരിയെറിയുന്നതോടുകൂടി ആ ബന്ധം അവസാനിച്ചു കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. എന്നോടൊപ്പം 10, 30, 40 വർഷക്കാലം ഒരേ കട്ടിലിൽ കിടന്നുറങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ഒരു സെക്കൻഡ് പോലും ആ ഖബറിൽ ഭർത്താവിനോടൊപ്പം കിടക്കാൻ ആ സ്ത്രീ കൂടെ ഉണ്ടാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മോനാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മോനാണ്. ചെറുപ്പകാലത്ത് തന്നെ അവൻ മരണപ്പെട്ടു പോയി. ഒരു രാത്രി പോലും ആ മോനോടൊപ്പം കിടന്നുറങ്ങാൻ ഒരു മാതാവ് പോലും തയ്യാറാവുകയില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, പിരിയാത്ത കൂട്ടുകാരാണ്. എപ്പോഴും ഞങ്ങൾ ഒത്തുനൊപ്പം മാത്രമേ ഉണ്ടാകുള്ളൂ. ആ ഖബറിലേക്ക് ഒന്ന് ഇറക്കി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് 3 പിടി മണ്ണെറിയുന്നതോടുകൂടി ആ ബന്ധം അവസാനിച്ചിരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും അവനോടൊപ്പം കിടന്നിറങ്ങാൻ ആ കൂട്ടുകാരൻ കൂടെ ഉണ്ടാവുകയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ബന്ധുക്കളാണ്. മൂന്നാമത്തെ കൂട്ടുകാരനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ കൂട്ടുകാർ നിങ്ങളുടെ അമലുസ്സാലിഹാത്തുകളാണ്, നിങ്ങളുടെ സൽപ്രവർത്തനങ്ങളാണ്. മരണസമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടാകും, മരണസമയത്ത് ഹജ്ജ് നിങ്ങളോടൊപ്പം ഉണ്ടാകും, മരണസമയത്ത് നിങ്ങളുടെ ഉംറ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ മരണവേദന നിങ്ങൾക്ക് എളുപ്പമാക്കി തരും, ഖബറിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ ഖബറിന്റെ ശിക്ഷകളെ നിങ്ങൾക്ക് ഒഴിവാക്കി തരും, നാളെ മഹ്ശറയിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും, മഹ്ശറയുടെ ഭീകരതയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സമാധാനം നൽകും. നാളെ കിതാബ് നൽകുന്ന സമയത്ത് വലത് കൈയിൽ നിങ്ങൾക്ക് കിതാബ് നൽകും. സിറാത്ത് പാലം കടത്തുന്ന സമയത്ത് നിങ്ങളെ വേഗതയോട് കടത്തിവിടും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വിചാരണയുടെ സമയത്ത് നിങ്ങളോടൊപ്പം ഉണ്ടാകും. വിചാരണ കൂടാതെ നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അവസാനം സ്വർഗത്തിന്റെ പദവികൾ നിങ്ങളുടെ അമൽ സാലിഹാത്തുകളുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സ്വർഗത്തിന്റെ പദവികൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ചെയ്ത ഉംറ, നമ്മൾ ചെയ്ത ഹജ്ജ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഹജ്ജും ഉംറയും ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന, അതിൻ്റെ കബൂലായി കഴിഞ്ഞാൽ കിട്ടുന്ന ആ പ്രതിഫലത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കേണ്ടത്, അള്ളാഹു നീ എന്നെ തെരഞ്ഞെടുത്തു. ലബ്ബൈക എന്ന് പറയുന്നതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഉംറയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ആദ്യമായി നിർവഹിക്കേണ്ടത്, ഹജ്ജിന് വേണ്ടി തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആദ്യമായി നിർവഹിക്കേണ്ടത് ആ മനുഷ്യന്റെ ശരീരത്തിന്റെ വസ്ത്രങ്ങൾ മുഴുവൻ മാറി ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. ഒരു പുരുഷ ഹാജിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്ന വസ്ത്രം 2 വസ്ത്രം മാത്രമാണ്. അള്ളാഹുവിന്റെ കൽപ്പന എന്താണ്? നിങ്ങളെ കൂട്ടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മളെങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകുന്ന വസ്ത്രം 3 വസ്ത്രങ്ങളാണ്. 3 വസ്ത്രങ്ങളിൽ പൊതിഞ്ഞ് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. ഹജ്ജിന് വേണ്ടിയും ഉംറയ്ക്ക് വേണ്ടിയും ഒരുങ്ങിക്കഴിഞ്ഞാൽ 2 വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് അള്ളാഹു നിന്റെ മുമ്പിൽ ഞാൻ ഒരു അടിമയാണെന്നുള്ള സമ്മതത്തോടു കൂടിയാണ് ഒരു മനുഷ്യൻ ഹജ്ജിന് വേണ്ടി ആരംഭിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കണം, നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം. എൻ്റെ റബ്ബ് എന്നെ ഹജ്ജിന് വേണ്ടി ഒന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്, എൻ്റെ റബ്ബ് എന്നെ ഉംറയ്ക്ക് വേണ്ടി ഒന്ന് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവൻ്റെ പരിശുദ്ധമായ കാബ കാണാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊണ്ടുപോവുകയാണ്. ഞാൻ എൻ്റെ മനസ്സിനെ ഒന്ന് ആദ്യമായി ഒന്ന് ക്ലിയർ ആക്കണം, മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കണം. എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ടെന്ന് ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ യാത്ര പോവുകയാണ്. ഞാൻ സാധാരണഗതിയിൽ നമ്മളെ കൂടെ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകളോട് പറയും, മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ 3 ദുആ നിങ്ങൾ അള്ളാഹുവിനോട് നിർവഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് എനിക്ക് പറയാനുള്ളത്, 3 പ്രാർത്ഥനകൾ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. 3 പ്രാർത്ഥനകൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളാണ്. ആദ്യമായി മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു നീ വിശുദ്ധമായ മക്കയിലേക്ക് എന്നെ കൊണ്ടുവന്നു, നിന്റെ സ്വർഗത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നീ എന്നെ മക്കയിലേക്ക് കൊണ്ടുവന്നു, നിന്റെ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകണം. അള്ളാഹു വിശുദ്ധമായ കഅബ ഞാൻ കണ്ടു, നിന്റെ ലിഖായിനെ കാണാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ലിഖായിനെ കാണാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അള്ളാഹു ഇതാ നിന്റെ കഅബ ശരീഫ് ഞാൻ കണ്ടു, നിന്റെ ലിഖായിനെ കാണാനുള്ള തൗഫീഖ് അള്ളാഹു നീ എനിക്ക് നൽകണം. മൂന്നാമത്തേത്, അള്ളാഹു സംസം കിണറിന്റെ സമീപത്ത് വെച്ച് ഞാൻ സംസം കുടിച്ചു, നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്നും ഹൗദൽ കൗസർ കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നീ എനിക്ക് നൽകണം. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, മക്കയിലേക്ക് എത്തുന്നു, സ്വർഗത്തിലേക്ക് എത്തണം, കഅബ കണ്ടുന്ന അള്ളാഹുവിനെ കാണണം, സംസം വെള്ളം കുടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്നും ഹൗദൽ കൗസർ കുടിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകണം.
ഈ ദുനിയവിയായ ഈ അമൽ ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ദുനിയവിയായ ഈ അമൽ ആഖിറത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ മരിക്കുന്ന ആളുകൾ ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങണം. മരിക്കുന്ന ആളുകൾ ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങണം. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറാകുന്നു എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഒരുങ്ങേണ്ടത്. പഴയ ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് കണ്ടിട്ടുണ്ട്. അവരെ പെട്ടിയിൽ വെക്കുന്ന ആദ്യത്തെ സാധനം എന്തായിരിക്കും? അവരുടെ പെട്ടിയിൽ വെക്കുന്ന ആദ്യത്തെ സാധനം ഇഹ്റാമിന്റെ വസ്ത്രമല്ല, കഫൻ പുടവയാണ്. ആദ്യം വെക്കുന്നത് മരിച്ചാൽ എന്നെ പൊതിയവും വെച്ചുകൊണ്ടാണ്. പണ്ട് കാലത്ത് ഹജ്ജിനും ഉംറക്കും യാത്ര ചെയ്യുന്ന ആളുകൾ ആദ്യമായി പോവുക. ആദ്യമായി അവർ വെക്കുന്നത് എന്താണ്? കഫൻ പുടവ വെച്ചുകൊണ്ടായിരിക്കും അവർ യാത്ര ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ്? മരിക്കാനുള്ള ഒരു ഒരുക്കത്തോടു കൂടിയാണ് പോകുന്നത്. ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ചു തരും. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും ഒരു ഹാജി ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ചെയ്യണം, ഒരു ഉംറക്കാരൻ ഉംറക്ക് വേണ്ടി പോകുമ്പോൾ ചെയ്യണം. എന്താണ് ആദ്യം ചെയ്യുന്നത്? ആദ്യം ഒന്ന് കുളിക്കും ഉംറക്ക് വേണ്ടി, എന്നിട്ട് ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കും, എന്നിട്ട് ഇഹ്റാമിന്റെ 2 റക്അത്ത് നമസ്കരിക്കും, എന്നിട്ട് വിശുദ്ധമായ കഅബ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര ചെയ്യും. നമ്മൾ ആലോചിച്ച് നോക്കും, മരിച്ചൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? മരിച്ചൊരു മനുഷ്യനെ നമ്മൾ ആദ്യമായി അദ്ദേഹത്തിനൊന്ന് കുളിപ്പിക്കും, എന്നിട്ട് അദ്ദേഹത്തിന് ഒന്ന് കഫൻ പുടവ അണിയിപ്പിക്കും, എന്നിട്ടൊന്ന് മയ്യത്ത് നമസ്കരിക്കും, എന്ന് ഖബർസ്ഥാനിലേക്ക് ഒന്ന് കൊണ്ടുപോകും. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മരിച്ചൊരു മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്റാമിൽ പ്രവേശിച്ചൊരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്തമറിനെ സംബന്ധിച്ചിടത്തോളം, ഉംറ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നീ ഒന്ന് മരിക്കാനുള്ളവനാണ്. അല്ല, ഒന്ന് നമ്മൾ മരിച്ച ആളുകളെ കുളിപ്പിക്കും, ഇഹ്റാമിന് വേണ്ടി സ്വന്തമായി ഒന്ന് കുളിക്കണം, മരിച്ച ആളിനെ ഒന്ന് കഫൻ പുടവ അണിയിപ്പിക്കും, ഇഹ്റാമിന് വേണ്ടി ഇഹ്റാമിന്റെ വസ്ത്രം 2 വസ്ത്രം മാത്രം ധരിക്കണം, മരിച്ച ആളിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കും, ഇഹ്റാമിന്റെ 2 റക്അത്ത് നീ സ്വന്തമായി ഒന്ന് നമസ്കരിക്കണം, മരിച്ച ആളിനെ പള്ളിക്കാട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകും. നീ മരിച്ച ആളിനെ പോലെ നീ മുഴുവൻ വസ്തുക്കളും വെടിഞ്ഞുകൊണ്ട് നിന്റെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീ ഒന്ന് മക്കയിലേക്ക് യാത്ര ചെയ്യണം. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട അജ്ജമ്മമാരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജീവിതം ഒന്ന് മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ഹജ്ജ് മരണത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുടെ ഉംറ മരണത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ല, നീ ഒന്ന് കുളിക്കണം മരിച്ച ആൾ കുളിക്കുന്നത് പോലെ, നീ ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കണം മരിച്ച ആളിന് കഫൻ പുടവ ധരിപ്പിക്കുന്നത് പോലെ, നീ ഇഹ്റാമിന്റെ 2 റക്അത്ത് നമസ്കരിക്കണം മരിച്ച ആളിന് മയ്യത്ത് നമസ്കരിക്കുന്നത് പോലെ, നീ നിന്റെ ശരീരത്തിൽ നിന്ന് പരിശുദ്ധമായ കഅബയിലേക്ക് കൊണ്ടുപോകണം മരിച്ച ആളിനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ. ഇങ്ങനെയാണോ നമ്മൾ ഉംറക്ക് വേണ്ടി പോയത്? ഇങ്ങനെയാണോ നമ്മൾ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്തത്? ഇങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഹജ്ജിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യും. അല്ലാഹു കബൂൽ ചെയ്ത ഹാജിമാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. കബൂൽ ചെയ്ത ഉംറക്കാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി ചെയ്യുന്ന ഹജ്ജും ഉംറയും അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് ഹജ്ജ്. അതുകൊണ്ടാണ് ഇത് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ചെയ്യിച്ചത്. അല്ല, തങ്ങൾ 4 ഉംറ ചെയ്തു, ഒരു ഹജ്ജ് മാത്രം ചെയ്തു. ആ ഹജ്ജിൻ്റെ പേരാണ് ഹജ്ജത്തുൽ വിടവാങ്ങലിൻ്റെ ഹജ്ജ്. ആ ഹജ്ജിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തിൻ്റെ സന്ദേശം നൽകുന്നതും. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവസാനം ഈ ആയത്തിറങ്ങിയപ്പോൾ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല കരയാൻ വേണ്ടി തുടങ്ങി. കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനഞ്ഞു. സഹാബാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിച്ചു, എന്താണ് ഈ ആയത്ത് നിങ്ങളെ ഇപ്രകാരം കരയിപ്പിച്ച് കളഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഈ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് കളഞ്ഞിരിക്കുന്നു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധിക കാലമൊന്നും ഈ ലോകത്ത് ജീവിക്കുകയില്ല, കാരണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ദീൻ. അതുകൊണ്ട് ഈ ദീനെ അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചെയ്യിച്ച അമലാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ അമലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ധാരാളം വാഗ്ദാനങ്ങൾ അൽഹംദുലില്ലാഹ് ഹജ്ജിൻ്റെ സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ചെയ്തു. എങ്ങനെയുള്ള അമലുകളാണ്? ആ മുഴുവൻ അമലുകളുടെയും പൂർത്തീകരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിൽ വെച്ചിരിക്കുന്നത്. അല്ലേ, നമസ്കാരത്തെ പോലെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഇബാദത്ത് ചെയ്യണം. സക്കാത്തിനെ പോലെ അൽഹംദുലില്ലാഹ് നമ്മൾ പണം ചെലവഴിക്കണം. നോമ്പിനെ പോലെ ശരീരം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ത്യാഗം നിർവഹിക്കണം. നോമ്പിൻ്റെയും സക്കാത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും എല്ലാ അടയാളങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അടയാളപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ത്യാഗം നിറഞ്ഞൊരു അമലായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിനെ കുറിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഹജ്ജിൽ പോയി എനിക്ക് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 1,30,000-ഓളം സഹാബാക്കൾ ഹജ്ജ് ചെയ്തു. 1,30,000-ഓളം സഹാബാക്കൾ ഹജ്ജ് ചെയ്തു. ഏകദേശം 70,000-ഓളം സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മദീനയിൽ നിന്നും പുറപ്പെട്ടു. 30,000-ഓളം സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആ വഴിയിൽ വെച്ച് വന്നു ചേർന്നു. 30,000-ഓളം സഹാബാക്കൾ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഹജ്ജിൽ പങ്കെടുത്തു. പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു, എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു, എത്ര ലോഡ്ജുകൾ ഉണ്ടായിരുന്നു, എത്ര ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹജ്ജിൽ യാതൊരു കുറവും വരുത്തിയില്ല.
130,000-ഓളം വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരായ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർ ഹജ്ജ് ചെയ്ത ഒരു ന്യൂനത പോലും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഹജ്ജിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്തുക. ഞാനിതാ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. എൻ്റെ റബ്ബ് എന്നെ വിളിച്ചിരിക്കുകയാണ്, എൻ്റെ റബ്ബാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ, ഇഹ്റാമിൻ്റെ നിയത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെല്ലേണ്ടത് എന്താണ്? തൽബിയത്തിൻ്റെ വചനങ്ങളാണ്. ഇഹ്റാമിൽ നിന്നും ഒഴിവാകുന്നത് വരെ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ നിങ്ങൾ തൽബിയത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യമായ നാവ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് തൽബിയത്ത്. അല്ലേ? എന്താണ് തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അല്ല, ഹജ്ജിന് വേണ്ടി ഇഹ്റാമിന് വേണ്ടി ഒന്ന് കുളിച്ചു, ഇഹ്റാമിന് വേണ്ടി ഒന്ന് കുളിച്ച് റെഡിയായി, ഇഹ്റാമിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പ്രവേശിച്ചു, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചു, എന്നിട്ട് അൽഹംദുലില്ലാഹ് ഇഹ്റാമിൻ്റെ നിയത്തിലെ നമ്മൾ പ്രവേശിച്ചു. നവൈത്തുൽ ഉംറത അല്ലെങ്കിൽ നവൈത്തുൽ ഹജ്ജ അല്ല വഹറംതു ബിഹി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി കരുതി ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ രോമം എഴുന്നേറ്റ് നിൽക്കും. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന് പകരമായി നൽകുന്ന ഒരു അമലിന് വേണ്ടി, ഒരു ഇബാദത്തിന് വേണ്ടി അല്ലാഹു എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ തൽബിയത്ത് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തല്ല മറ്റൊരു ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്? അല്ലാഹുവിനോട് പറയുന്ന വാക്കുകളാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഞാൻ മിക്കവാറും ഹാജിമാരോട് പറയാറുണ്ട്, നിങ്ങൾ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം റുപ്യൊക്കെ ചിലവാക്കിയിട്ട് നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകും. ഇന്ന് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് ഹജ്ജിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് എനിക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, അർത്ഥമറിഞ്ഞുകൊണ്ട് തെറ്റുകൂടാതെ ലബ്ബൈക്കെങ്കിലും പറയാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. 7 ലക്ഷം ചിലവാക്കുക എന്നുള്ളതല്ല, 7 മണിക്കൂറെങ്കിലും ഹജ്ജിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കണം. എന്നിട്ട് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. നിങ്ങളൊന്ന് അൽഹംദുലില്ലാഹ് മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ച ആളുകൾ അവരുടെ സ്വപ്നങ്ങളിൽ പോലും പരിശുദ്ധമായ കാബ ആയിരിക്കും. സ്വപ്നങ്ങളിൽ പോലും പരിശുദ്ധമായ കാബ ആയിരിക്കും. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധമായ കാബ ഒന്ന് വരും. ഒന്ന് ഹൃദയം കൊണ്ടൊന്ന് ഒന്ന് തവാഫ് ചെയ്ത് നോക്കണം. ഹൃദയം കൊണ്ടൊന്ന്, ഉലമാക്കൾ പറയും, മക്കയിലേക്കൊന്ന് യാത്ര ചെയ്യുന്നതിന് മുമ്പായി ഹൃദയം കൊണ്ടൊന്ന് കാബയെ ഒന്ന് തവാഫ് ചെയ്ത് നോക്കണം. തൽബിയത്തൊന്ന് പറഞ്ഞു നോക്കണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹു നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. വീണ്ടും പറയാണ്, അല്ലാഹു നീ വിളിച്ചു, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുകയാണ്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളൊരു യാത്രയല്ല. ഉലമാക്കൾ പറയും, ഹജ്ജിനും ഉംറക്കും ആരും സ്വന്തമായി യാത്ര പോകുന്നില്ല. ഹജ്ജിനും ഉംറക്കും അള്ളാഹു കൊണ്ടുപോവുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു. ഏതെല്ലാം റൂഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിക്ക് ലബ്ബൈക്ക് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിശുദ്ധമായ കഅബ പണിതു. അള്ളാഹുവിനോട് പറഞ്ഞു, വിശുദ്ധമായ കഅബ പണിതതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വിശുദ്ധമായ കഅബ മക്കയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിതു. ജിബ്രീൽ അലൈഹി സ്വലാം കഅബ പണിയുന്നതിന് നേതൃത്വം നൽകി. അവസാനം പണി പൂർത്തിയായതിനു ശേഷം കഅബയുടെ മുമ്പിൽ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിലേക്ക് കയ്യുയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹു ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. നമുക്കും പറയാനുള്ളത് അതാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ. ആമീൻ പറയേ, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹു നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. ഞങ്ങളുടെ ഹജ്ജിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം, ഞങ്ങളുടെ ഉംറയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം, ഞങ്ങളുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹു നീ സ്വീകരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത ദുആണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹു നീ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറയുന്നത്, വഅദ്ദിൻ ഫിന്നാസി ലിൽ ഹജ്ജ്. ഇബ്രാഹിം നീ വിളിക്ക്, നീ ജനങ്ങളെ മുഴുവനും വിളിക്ക്, ഹജ്ജിന് വേണ്ടി നീ ജനങ്ങളെ മുഴുവനും വിളിക്ക്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു ഞാൻ വിളിച്ചാൽ ആരാണ് കേൾക്കുന്നത്? വിജനമായ മരുഭൂമിയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഹാജറയും എൻ്റെ പൊന്നുമോൻ ഇസ്മായിലും അല്ലാതെ മറ്റാരുമില്ലാത്ത ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചു, ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിമെ നീ വിളിക്കൂ, കേൾപ്പിക്കുന്നവൻ ഞാനാണ്. ഇബ്രാഹിമെ നീ വിളിക്കൂ, കേൾപ്പിക്കുന്നവൻ ഞാനാണ്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു. അന്ന് ഞാനും നിങ്ങളും ആലമുൽ അർവാഹിലാണ്, റൂഹുകളുടെ ലോകത്താണ്. ആലമുൽ അർവാഹിലാണ്, അള്ളാഹുവിന്റെ സന്നിധിയിൽ റൂഹുകളുടെ ലോകത്താണ് ഞാനും നിങ്ങളും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി റൂഹുകളുടെ ലോകത്ത് പ്രകമ്പനം കൊള്ളുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഹജ്ജിന് വേണ്ടി വിളിച്ച വിളി ആ റൂഹുകളുടെ ലോകത്ത് ആലമുൽ അർവാഹിൽ പ്രകമ്പനം കൊള്ളുകയാണ്. മുഴുവൻ സത്യവിശ്വാസികളായ ഹജ്ജിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ റൂഹുകളും ആ സമയത്ത് പറഞ്ഞ വാക്കാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹു ഞങ്ങൾ ഇതാ വിളിക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആരാണോ റൂഹുകളുടെ ലോകത്ത് വെച്ച് ആരാണോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിക്ക് ലബ്ബൈക പറഞ്ഞത്, ആ ആളുകൾക്കാണ് ഭൂമിയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നൽകുന്നത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത് ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി നിങ്ങൾ പോവുകയല്ല, അല്ലാഹു റൂഹുകളുടെ ലോകത്ത് വെച്ച് നിങ്ങൾ പറഞ്ഞ ആ ലബ്ബൈകക്ക് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ കൊണ്ടുപോവുകയാണ്. പല ആളുകളും അത്ഭുതത്തോടു കൂടി പറയാറുണ്ട് അയാൾക്ക് എത്ര പൈസ ഉണ്ട്, അയാൾ ഹജ്ജിന് ഉംറയ്ക്ക് എടുത്തോളം പോയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളി എത്തിയിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിളിക്ക് ലബ്ബൈക പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ ഹാജിയും ഓരോ ഉംറക്കാരനും ആദ്യമായി പറയുന്ന വാക്കെന്താണ്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹു നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുകയാണ്. ലബ്ബൈക്, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. വീണ്ടും ലബ്ബൈക പറയാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, നിനക്കൊരു പങ്കുകാരനുമില്ല, നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്? അല്ലാഹുവിനോടൊരു പ്രസ്താവനയാണ്, അല്ലാഹുവിനോടൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവിനോട് പറയാണ് ഇന്നൽ ഹംദ, അല്ലാഹു എല്ലാ സ്തുതിയും നിനക്ക് വേണ്ടി മാത്രമാണ്. നീയാണ് എൻ്റെ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ത്യ ഇഹ്റാമിന്റെ വസ്ത്രത്തിലാണ് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇന്നൽ ഹംദ, മുഴുവൻ സ്തുതിയും അല്ലാഹു നിനക്ക് മാത്രമാണ്. വന്നിഅമത, മുഴുവൻ നിഅമത്തുകളുടെയും ഉടമസ്ഥൻ അല്ലാഹു നീ മാത്രമാണ്. എനിക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി എന്തെല്ലാം നിഅമത്തുകൾ എനിക്ക് വേണ്ടി വന്നോ ആ നിഅമത്തുകൾ മുഴുവൻ നൽകിയവൻ അല്ലാഹു നീ മാത്രമാണ്. എനിക്ക് സമ്പത്ത് നൽകി, എനിക്ക് ആരോഗ്യം നൽകി, എനിക്ക് യാത്രയ്ക്കുള്ള അൽഹംദുലില്ലാഹ് കഴിവ് നൽകി. അല്ലാഹു ഈ നിഅമത്തുകളുടെ മുഴുവൻ ഉടമസ്ഥൻ നീ മാത്രമാണ്. ഇന്നൽ ഹംദ വന്നിഅമത, വീണ്ടും പറയാണ് ലക വൽ മുൽക്. അല്ലാഹു മുഴുവൻ മുൽക്ക്, മുഴുവൻ അധികാരവും നിനക്ക് മാത്രമാണ്. മുഴുവൻ അധികാരവും നിനക്ക് മാത്രമാണ്. എന്നെ ഉംറക്ക് കൊണ്ടുപോകാൻ വേണ്ടി, എൻ്റെ ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടി എന്നെ നീ തീരുമാനിച്ചു. ലോകത്തൊരു ശക്തിക്കും എന്നെ തടയാൻ വേണ്ടി സാധിക്കുകയില്ല. അഥവാ നീ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചില്ല എങ്കിൽ ലക വൽ മുൽക്ക്, നിനക്കാണ് അധികാരം. ലോകത്തൊരു ശക്തിക്കും എന്നെ ഉംറക്കും ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതാണ് തൽബിയത്തിന്റെ അർത്ഥം. ആവേശത്തോടു കൂടി ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ശരീരവും മനസ്സും ശുദ്ധിയാക്കിയതിനു ശേഷം, ആ നിയത്ത് ചെയ്തതിനു ശേഷം ഇത് പറയുമ്പോൾ അറിയാത്ത രൂപത്തിൽ ഹാജിയുടെ രോമം ഇങ്ങനെ എണീറ്റ് പോകും. എൻ്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഇതാ ഞാൻ നിൽക്കുന്നു എന്നുള്ള ബോധത്തോടു കൂടി, എൻ്റെ റബ്ബിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകി എന്നുള്ള ബോധത്തോടു കൂടി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ ഇഹ്റാമിന്റെ ആ തൽബിയത്തിന്റെ ആ കാര്യങ്ങൾ പറയുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് ഹജ്ജിന് വേണ്ടിയുള്ള ഒരുക്കം, ഇതാണ് ഹജ്ജിന്റെ ഖബൂലിയത്ത്, ഇതാണ് ഹജ്ജിന്റെ സ്വീകാര്യത. ആദ്യത്തെ സന്ദർഭങ്ങളിൽ തന്നെ അൽഹംദുലില്ലാഹ് ഈ സ്വീകാര്യത ഉണ്ടാവും. ഇനി ലബ്ബൈക പറയുമ്പോൾ ലബ്ബൈക പറയുമ്പോൾ ദുനിയാവിൽ മാത്രമല്ല, ലബ്ബൈക പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വിളി ആലമുൽ അർവാഹിൽ എപ്രകാരം പ്രകമ്പനം ഉണ്ടാക്കിയോ, ഒരു ഹാജി ലബ്ബൈക പറയുമ്പോൾ ആകാശലോകത്ത് മലക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലേ? കോഴിക്കോട് എയർപോർട്ടിൽ വെച്ച് ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒന്ന് അൽഹംദുലില്ലാഹ് ആ വിമാനം കയറാൻ വേണ്ടി പോവുകയാണ്. തൽബിയത്ത് പറഞ്ഞുകൊണ്ട് ആ നിയത്ത് ചെയ്തു, തൽബിയത്ത് പറഞ്ഞുകൊണ്ട് ആ ഇഹ്റാമിന്റെ വസ്ത്രങ്ങളിൽ അൽഹംദുലില്ലാഹ് തൽബിയത്ത് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോൾ ആകാശലോകത്തെ മലക്കുകൾ വിളിച്ചു പറയും ലബ്ബൈക വസഅദൈക് ലബ്ബൈക വസഅദൈക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചു, ആലമുൽ അർവാഹിൽ വെച്ച് കേട്ടു, ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. ഇഹ്റാമിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞു, തൽബിയത്തിന്റെ വചനങ്ങൾ ഉച്ചരിക്കുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. മലക്കുകൾ ആകാശത്തിരിച്ചു കേട്ടു, മലക്കുകൾ വിളിച്ചു പറയാണ് ലബ്ബൈക വസഅദൈക് നിന്റെ ലബ്ബൈക് അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ വിളി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു. വസഅദൈക്, നീ വിജയിയായിരിക്കുന്നു, നീ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു നിന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് മലക്കുകൾ പറയും, മുഴുവൻ സന്ദർഭങ്ങളിലും അല്ലാഹു നിന്നെ സഹായിക്കും, നിന്റെ ദുആക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അത്തരം ഹാജിമാരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹജ്ജ് ചെയ്ത മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെയ്യാനുള്ള ഹജ്ജ് മഖ്ബൂലായ രൂപത്തിൽ, സ്വീകരിക്കപ്പെട്ട രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖും സൗഭാഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ഇനി വീണ്ടും റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലബ്ബൈക വസഅദൈക മാത്രമല്ല, ലബ്ബൈക വസഅദൈക മാത്രമല്ല മലക്കുകൾ പറയാം. മലക്കുകൾ ചില ഹാജിമാരോട് പറയും ലാ ലബ്ബൈക വലാ സഅദൈക, ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈക അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിന്റെ ലബ്ബൈക അല്ലാഹു സ്വീകരിച്ചിട്ടില്ല, നിന്റെ ലബ്ബൈക അല്ലാഹുവിന് ആവശ്യമില്ല. ലാ ലബ്ബൈക വലാ സഅദൈക, നിന്നെ വിജയികളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയുമില്ല, നിന്റെ ദുആ സ്വീകരിക്കുകയില്ല, നീ സഹായിക്കപ്പെടുകയില്ല. മലക്കുകൾ ആകാശലോകത്ത് വെച്ച് ഇഹ്റാമിലൂടെ ലബ്ബൈക പറഞ്ഞ ഹാജിനോട് വിളിച്ചു പറയുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആരോടാണ് പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമത്തേത് നിങ്ങളുടെ നിയ്യത്തുകൾ ശരിയാക്കണം. രണ്ടാമത്തേത് ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ടായിരിക്കണം നിങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ടത്. ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ടാണ് ഹജ്ജും ഉംറയും നിർവഹിക്കേണ്ടത്. ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ടല്ല നിങ്ങൾ നിർവഹിക്കുന്നതെങ്കിൽ, ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ടല്ല നിർവഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ലബ്ബൈക പറയുമ്പോൾ മലക്കുകൾ പറയും ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈക അല്ലാഹുവിന് ആവശ്യമില്ല, നിന്റെ ലബ്ബൈക അല്ലാഹുവിന് ആവശ്യമില്ല. നിന്റെ ഭക്ഷണം ഹറാം, നിന്റെ വസ്ത്രം ഹറാം. അല്ല, അല്ലാഹു പറയും തആമുക ഹറാം വശറാബുക ഹറാം വസൗബക ഹറാം, നിന്റെ ഭക്ഷണം ഹറാമാണ്, നിന്റെ വസ്ത്രം ഹറാമാണ്, നിന്റെ ഭക്ഷണ സാധനങ്ങൾ ഹറാമാണ്, നിന്റെ കുടിക്കുന്ന വെള്ളം ഹറാമാണ്, നിന്റെ യാത്ര സാദുക ഹറാം, നിന്റെ യാത്രാ സാമഗ്രികൾ മുഴുവൻ ഹറാമാണ്. ഈ ഹറാം കൊണ്ടുള്ള നിന്റെ ലബ്ബൈക അല്ലാഹുവിന് ആവശ്യമില്ല. ഈ ഹറാമ് കൊണ്ടുള്ള ലബ്ബൈക അല്ലാഹുവിന് ആവശ്യമില്ല. കാരണം എന്താണ്? തആമുക ഹറാം വശറാബുക ഹറാം വസാദുക ഹറാം. അതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിന്റെ ഭക്ഷണം ഹറാമാണ്, നിന്റെ വസ്ത്രം ഹറാമാണ്, നിന്റെ ശറാബ്, നിന്റെ പാനീയങ്ങൾ ഹറാമാണ്, നിന്റെ സാദ്, നിന്റെ യാത്രാ സാമഗ്രികൾ മുഴുവൻ ഹറാമാണ്. ലാ ലബ്ബൈക വലാ സഅദൈക, നിന്റെ ലബ്ബൈക അല്ലാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയും ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച ആളുകൾ ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ടായിരിക്കണം നിങ്ങൾ നിർവഹിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോയി പരിശുദ്ധമായ മക്കയുടെ പരിസരത്തിരുന്നു, നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലാണ്, നിങ്ങൾ യാത്ര ചെയ്ത ക്ഷീണിതനാണ്, നിങ്ങളുടെ മുടി മുഴുവനും കുറേ ദിവസങ്ങളായി ഇഹ്റാമിലാണ്, മുടി ജട പിടിച്ചിട്ടുണ്ട്, നഖം മുണ്ടിട്ടുണ്ട്, ശരീരം മുഴുവൻ അഴുക്കിലാണ്, വസ്ത്രങ്ങൾ മുഴുവനും മണ്ണിൽ പുരണ്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കഅബ ശരീഫിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ക്ഷീണിതനായി യാത്രക്കാരനായി അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യാ റബ്ബ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, നിന്റെ ദുആ സ്വീകരിക്കുകയില്ല, നിന്റെ വസ്ത്രം ഹറാമാണ്, നിന്റെ ഭക്ഷണം ഹറാമാണ്, നിന്റെ യാത്രാ സാമഗ്രികൾ ഹറാമാണ്, നിന്റെ ദുആ സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത ഹബീബിനാ വ സയ്യിദുനാ വ ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹബി വസല്ലമ തങ്ങൾ പറയുമെന്ന് ആ ഹദീസിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു നമ്മളെ അൽഹംദുലില്ലാഹ് നല്ല ഹാജിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹലാലായ സമ്പാദ്യമാർഗം കൊണ്ട് ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളെ അൽഹംദുലില്ലാഹ് ആലോചിച്ച് നോക്കണം. നമ്മളുടെ ഹജ്ജും ഉംറക്കും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്തിന് വേണ്ടി അള്ളാഹു നമ്മൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോവുകയാണ്. പക്ഷേ ദുനിയാവിൻ്റെ ഈ ജീവിതം കാലാകാലത്തേക്കുള്ള ഒരു ജീവിതമല്ല, പിന്നെ ഇത് അവസാനിച്ചു പോകുന്ന ഒരു ജീവിതമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എപ്രകാരമായിരിക്കണം? ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം മരണത്തിൻ്റെ ദിവസമായിരിക്കണം. മരണത്തിൻ്റെ ദിവസം കാത്തു നിൽക്കുകയാണ്. ആരൊക്കെയാണ് കാത്തു നിൽക്കുന്നത്? അത് ആ അസ്രായിൽ അലൈഹി ഇസ്ലാമിന് മലക്കുൽ മൗത്തിനെ കാത്തു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ ലോകത്തിൻ്റെ ഇടുക്കത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, പരലോകത്തിൻ്റെ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് സൂറത്തുൽ ഫുസ്സിലാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഏകദേശം 12 മണി സൂറത്തുൽ ഫുസ്സിലാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ ക്ലാസ്സിൽ ഇത് പറയാനുള്ള കാരണം, നമ്മളുടെ മരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരമാക്കി തീർക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ്റെ മരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും മരണം? ആ കൂട്ടിലടക്കപ്പെട്ട ഒരു കിളീനെ കൂട്ടിൽ പിടിച്ചിട്ട് അതെങ്ങനെയെങ്കിലും ആ കൂട്ടിന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളും. ഇതേപോലെയാണ് ഒരു സത്യവിശ്വാസിയുടെ മരണം. അവൻ്റെ റൂഹ് അവൻ്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പോകാൻ വേണ്ടി ആഗ്രഹിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് ഈ റൂഹ് എങ്ങനെയെങ്കിലും ഈ ദുനിയാവിൻ്റെ ഇടുക്കത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ റബ്ബിൻ്റെ സന്നിധിയിലേക്കൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് അൽഹംദുലില്ലാഹ് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു നല്ല മരണം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉലമാക്കൾ നമുക്ക് വിശദീകരിച്ച് തരും. നിങ്ങളുടെ നോമ്പിനെ പോലെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ നിങ്ങളുടെ മരണം പെരുന്നാളിനെ പോലെ ആയിരിക്കും. അല്ല, നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. പുതിയ കുപ്പായിടുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലേ, നല്ല ഭക്ഷണം കഴിക്കുക, കുടുംബക്കാരൊക്കെ ഒന്ന് സന്ദർശിക്കുക, എല്ലാവരെയും ഒന്ന് ആലിംഗനം ചെയ്യുക. ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയായിരിക്കും പെരുന്നാളിൻ്റെ ദിവസം. കാരണം എന്താണ്? നോമ്പിൻ്റെ 30 ദിവസ ത്യാഗത്തിന് പകരം അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകിയൊരു ആഘോഷമാണ്. അതേപോലത്തെ ഒരു ആഘോഷമാണ് ഹജ്ജും. അതിനേക്കാളും വലിയൊരു ആഘോഷമാണ് ജീവിതം മുഴുവനും നോമ്പായിരുന്നു. ജീവിതം മുഴുവനും നോമ്പായിരുന്നു. പെരുന്നാളിൻ്റെ ദിവസം മരണത്തിൻ്റെ ദിവസം പെരുന്നാളാണ്. മരണത്തിൻ്റെ ദിവസം പെരുന്നാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്ന ആ വാക്കുകൾ എത്ര നല്ല വാക്കുകളാണ്. ഒരു മനുഷ്യന് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ആ മനുഷ്യൻ പറഞ്ഞെന്താണ്? ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഖാലൂ റബ്ബുനല്ലാഹ്, എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞു. എല്ലാ സന്ദർഭത്തിലും ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ റബ്ബാരാണ്? എൻ്റെ റബ്ബാരാണ്? എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, എൻ്റെ പരിപാലകൻ അള്ളാഹുവാണ്, എന്നെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, എൻ്റെ ഖാലിഖ് അള്ളാഹുവാണ്, എൻ്റെ റാസിഖ് അള്ളാഹുവാണ്, എൻ്റെ റബ്ബ് എൻ്റെ പരിപാലകൻ അള്ളാഹുവാണെന്ന് ആ മനുഷ്യൻ പറയാണ്. ഈ മനുഷ്യൻ പറഞ്ഞു സുമ്മസ്തഖാമു, അതിൽ ഉറച്ചു നിന്നു. ആ മനുഷ്യൻ്റെ മരണ ദിവസം എങ്ങനെയായിരിക്കും? തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇങ്ങനെ വരും. എത്ര മലക്കുകളാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, മരിക്കുമ്പോൾ 500 മലക്കുകൾ വരും. 500 മലക്കുകൾ വരും. ഒരു 100 ആൾ പുതിയാപ്പിളിലൊക്കെ പോകുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ്. 500 മലക്കുകളാണ് മരിക്കുന്ന സമയത്ത് ആ മലക്ക് വരുന്നത്. എത്ര മലക്കുകൾ? 500 മലക്കുകൾ വരും, അല്ലേ? ഒരു 100 ആൾ 200 ആൾ പുതിയാപ്പിളിലൊക്കെ പോകുന്ന പറഞ്ഞെങ്കിൽ നമുക്ക് എത്ര വലിയ സന്തോഷമാണ്. 500 മലക്കുകൾ ഈ മരണാസന്നനായി പുതിയാപ്പിളിനെ കൊണ്ടുപോകാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 500 മലക്കുകൾ വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, 500 മലക്കുകളുടെ കയ്യിലും 2 പാത്രങ്ങൾ ഉണ്ടാവും. 2 പാത്രങ്ങൾ 1000 കുടിക്കാനുള്ള പാനീയങ്ങളുമായിട്ടാണ് വരുന്നത്. ഒരാളുടെ കയ്യിലും 2 പാനീയങ്ങൾ ഉണ്ടാവും. 2 പാനീയങ്ങളുമായിട്ട് ഓരോ മലക്കുകൾ വരും. ഈ മലക്കുകൾ ഓരോ പാനീയങ്ങളും ആ മനുഷ്യനെ കുടിപ്പിക്കും. ഒന്നിൻ്റെ രുചിയായിരിക്കില്ല അതിൻ്റെ അടുത്ത രുചി, അടുത്ത രുചിയായിരിക്കില്ല അടുത്ത രുചി. ഓരോ മലക്കുകൾ ഓരോ സന്തോഷ വാർത്ത ആ മനുഷ്യനെ അറിയിക്കും. മരിക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ചുറ്റുകൂടാത്ത ആളുകൾ കൂടിയിട്ടുണ്ട്. ഭാര്യ കരയുന്നുണ്ട്, മക്കൾ കരയുന്നുണ്ട്, ബന്ധുക്കൾ കരയുന്നുണ്ട്, അയൽവാസികൾ കരയുന്നുണ്ട്, സുഹൃത്തുക്കൾ കരയുന്നുണ്ട്. അയാൾ സന്തോഷത്തിലാണ്. ആകാശലോകത്ത് 500 മലക്കുകൾ മലക്കുൽ മൗത്തിൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നു. ഓരോ മലക്കുകളും ഈ 2 പാനീയങ്ങൾ ആ മനുഷ്യനെ കുടിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യന് ഓരോ മലക്കുകളും ഓരോ സന്തോഷ വാർത്തകൾ അറിയിച്ചു, അല്ലേ? എന്നിട്ട് ആ മലക്ക് ആ തതനസ്സലു അലൈഹിമുൽ മലായിക, എന്നിട്ട് ആ മലക്ക് പറയുന്ന വാക്കെന്താണ്? 2 വാക്കുകൾ പ്രധാനമായിട്ട് ആ മലക്ക് പറയുന്നതാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു. അല്ലാ തഖാഫു, നീ പേടിക്കണ്ട. വലാ തഹ്സനു, നീ വ്യസനിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? പേടിയും വ്യസനവും എപ്പോൾ നമുക്ക് ഉണ്ടാവുക? പേടി ഉണ്ടാവില്ല നമ്മൾ ഒറ്റക്കായി പോയി എന്ന് പറയുമ്പോഴാണ്, അല്ലേ? ആ മലക്കുകൾ പറയും അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ പേടിക്കണ്ട. അല്ലാ തഖാഫു. രണ്ടാമതായി പറയും വലാ തഹ്സനു, നിങ്ങൾ ബേജാറാക്കണ്ട. നമുക്ക് ബേജാറെപ്പോഴാണ്? നമ്മുടെ മുഴുവൻ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, ഇനി ഇതെല്ലാം ഭൂമിയെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഏകനായി ഖബറിലേക്ക് പോവുകയാണ്, വലിയ ബേജാറാണ്. ആ മലക്കുകൾ ആ മനുഷ്യനോട് പറഞ്ഞ വാക്കെന്താണ്? അല്ലാ തഖാഫ്, നിങ്ങൾ ഒറ്റക്കായി പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കണ്ട. വലാ തഹ്സനു, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആ സമ്പത്ത്, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ തോട്ടങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത ഞങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. എന്നിട്ട് അവർ പറയാണ് നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയ വൽ ഫിൽ ആഖിറ, ഞങ്ങൾ ദുനിയാവിൽ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ, നിങ്ങൾ ഉംറ ചെയ്യുമ്പോൾ, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയവിയായ ജീവിതത്തിൽ നിങ്ങളുടെ സഹായികളായിരുന്നു ഞങ്ങൾ. നിങ്ങൾ ഉംറക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ സഹായിച്ചു, പക്ഷേ നിങ്ങൾ ഞങ്ങളെ കണ്ടിട്ടില്ല. നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തിദ് ദുനിയ, നിങ്ങൾ ഹജ്ജിന് പോകാൻ വേണ്ടി നിങ്ങളെ നമ്മൾ സഹായിച്ചു, പക്ഷേ നിങ്ങളെ നമ്മളെ കണ്ടിട്ടില്ല. കാരണം മലക്കുകളെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ഇന്ന് മരണത്തിൻ്റെ ദിവസം നിങ്ങൾക്ക് മറ്റാരെയും കാണുന്നില്ല. ഉമ്മ മുമ്പിലുണ്ട്, ആ മനുഷ്യൻ ഉമ്മാനെ കാണുന്നില്ല. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ മുമ്പിലുണ്ട്, ഭാര്യയെ കാണുന്നില്ല. അല്ലെ, തൻ്റെ സ്നേഹനിധിയായ മക്കളുണ്ട് എൻ്റെ അടുത്ത്, പക്ഷെ അവരെ കാണുന്നില്ല. കാണുന്നത് ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുന്ന മലക്കുകളെയാണ് കാണുന്നത്. ആ മലക്കുകൾ വിളിച്ചു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മലക്കുൽ മൗത്ത് വന്ന് ശരീരത്തിലേക്ക് ആദ്യമായി സ്പർശിക്കുന്നതോടുകൂടി ദുനിയാവിൻ്റെ മുഴുവൻ ബന്ധങ്ങളും അസ്തമിച്ചു പോവുകയാണ്. മുമ്പിലുള്ള ഉമ്മാനെ കാണുന്നില്ല, സ്നേഹനിധിയായ ഭാര്യയെ കാണുന്നില്ല, പ്രിയങ്കരായ മക്കളെ കാണുന്നില്ല.
ആകാശലോകത്തിലേക്കുള്ള കണ്ണുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു. ആകാശലോകത്ത് ഇറങ്ങി വരുന്ന മലക്കുകളെ മനുഷ്യൻ കാണുകയാണ്. 500 മലക്കുകൾ സന്തോഷത്തിന്റെ വചനങ്ങളുമായി, 1000 പാത്രങ്ങളുമായി, കുടിക്കാനുള്ള ദാഹജലവുമായി, അൽഹംദുലില്ലാഹ് കുടിക്കാനുള്ള പാനീയങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ്. അവർ പറയുന്ന വാക്കുകൾ എന്താണ്? അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ വ്യസനിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഭാര്യമാരും കുട്ടികൾ നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിച്ച നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മലക്കുകളാണ് ഞങ്ങൾ. ഇതാ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏകാന്തതയിലല്ല, നിങ്ങളുടെ ഖബർസ്ഥാനിൽ നിങ്ങളുടെ ഏകാന്തതയിലല്ല, നിങ്ങളുടെ ഖബർസ്ഥാനിൽ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടെന്നുള്ള സന്തോഷ വാർത്ത മലക്കുകൾ അറിയിക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കൂടെ ഞങ്ങളുണ്ട്. എന്നിട്ട് ആ മലക്കുകൾ പറയും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗം, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗത്തെക്കുറിച്ച് അവർ അറിയിച്ചു കൊടുക്കും. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗ്ഗം എത്രയാണ്? അവസാനമായി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗ്ഗം, ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്വർഗ്ഗം ഈ ദുനിയാവിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗ്ഗമാണ്. ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം, അല്ലെ ഞാനിപ്പോൾ ചെമ്മനാടാണ്, എൻ്റെ ചെമ്മനാട്ടിലുള്ള ചെറിയൊരു സ്ഥലമല്ല, ചെറിയൊരു വീടല്ല, മറിച്ച് ഈ കാസർഗോഡല്ല, കേരളമല്ല, ഇന്ത്യയല്ല, ഈ ലോകമല്ല, ഈ ലോകത്തിന്റെ 10 ഇരട്ടി വലിപ്പമുള്ള ആ സാധനങ്ങൾ മുഴുവൻ അല്ലാഹു നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് നിങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്നത്. അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ടയും വ്യസനിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾ വിട്, നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ വിട്, നിങ്ങളുടെ കച്ചവടം നിങ്ങൾ വിട്, നിങ്ങളുടെ തോട്ടങ്ങൾ നിങ്ങൾ വിട്, നിങ്ങളുടെ ഉദ്യോഗം നിങ്ങൾ വിട്. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ ആഖിറത്തിലെ സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നുള്ള സന്തോഷ വാർത്ത ആ മലക്കുകൾ അറിയിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുസ്സിലാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലാഹു ആ ഭാഗ്യവാന്മാരും നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സമയത്ത് ആ മനുഷ്യനുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും, ആ മനുഷ്യൻ മലക്കുകളോട് പറയുന്ന സന്തോഷം എത്ര വലുതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ്റെ മയ്യത്തൊന്ന് എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വിളിച്ചു പറയും, മനുഷ്യനും ജിന്നുകളല്ലാത്ത മുഴുവൻ വസ്തുക്കളും കേൾക്കുന്ന രൂപത്തിൽ ആ മനുഷ്യൻ വിളിച്ചു പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോ എൻ്റെ ഖബർസ്ഥാനിൽ സ്വർഗീയമായ വിരിപ്പുകൾ വിരിച്ചു വെച്ചുകൊണ്ട് എന്നെ മലക്കുകൾ കാത്തിരിക്കുകയാണെന്നുള്ള സന്തോഷത്തോടു കൂടിയായിരിക്കും ആ മനുഷ്യൻ ഖബർസ്ഥാനിലേക്ക് പോവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുതരാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം അത് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിരിക്കണം. നമ്മളത് ആലോചിച്ച് നോക്കണം. അള്ളാഹു നമ്മുടെ ഹജ്ജിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോയ ആളുകൾ, ഹജ്ജിന് വേണ്ടി കൂട്ടിപ്പോകാൻ വേണ്ടിയുള്ള ആളുകൾ, അല്ലെ 2 കൂട്ടരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഹജ്ജ് ചെയ്ത ആളുകളെയും ഹജ്ജ് ഉദ്ദേശിച്ച ആളുകളെയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ചെയ്ത ആളുകളോട് എനിക്ക് സ്നേഹത്തോടു കൂടി പറയാനുള്ളത് നമ്മളുടെ നിർവഹിച്ച ഹജ്ജ് കബൂലാകാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും അത് കബൂലാക്കാത്ത രൂപത്തിൽ ഇങ്ങനെ തലക്കുമുകളിൽ വെച്ചിട്ടുണ്ടാകും. എപ്പോഴാണ് ഇസ്തിഗ്ഫാറോട് കൂടി തൗബയോട് കൂടി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അമലിനെ സ്വീകരിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ആ ഹജ്ജിനെ കുറിച്ച് ശരിയായ രൂപത്തിൽ നമ്മൾ പഠിക്കണം. ശരിയായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജാണ് ജീവിതത്തിൽ നിർവഹിച്ചത്. ആ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് നേതൃത്വം നൽകി. മദീനയുടെ ഇന്ന് ദുൽഹുലൈഫ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അബിയാർ അലി എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഖസ്വ എന്ന് പറയപ്പെടുന്ന ഒട്ടകത്തിൽ പുറത്തു കയറി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് വിളിച്ചു പറഞ്ഞ വാക്കെന്താണ്? ഖുദു അന്നി മനാസിക്കക്കും, ദാ ഹജ്ജിന് വേണ്ടി ഞാൻ പുറപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യപ്പെടുന്ന ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ഖിയാമത്ത് നാളെ വരെ വരുന്ന മുഴുവൻ സത്യവിശ്വാസികൾക്ക് മാതൃകയുള്ള ഹജ്ജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. സഹാബാക്കളോട് പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, എൻ്റെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ പിടിക്കണം. എന്തിനു വേണ്ടിയാണ്? ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ ഈ രൂപത്തിലാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. തൽബിയത്ത് പറഞ്ഞു, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഹജ്ജ് കിതാബുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമല്ലോ. തങ്ങൾ നിർവഹിച്ച ഹജ്ജ്, ആ ഹജ്ജിനെക്കുറിച്ച് നമ്മളൊന്ന് വായിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പ്രഭാഷണങ്ങൾ, ചെയ്ത ഉപദേശങ്ങൾ, സഹാബാക്കൾക്ക് നൽകിയ സന്തോഷങ്ങൾ എത്ര വലുതായിരുന്നുള്ളൂ. 1-2 കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുമ്പിൽ നിർവഹിച്ച ആളുകളോട് അൽഹംദുലില്ലാഹ് ഏറ്റവും സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നിർവഹിച്ച ഹജ്ജ് അല്ലാഹുവിൻ്റെ പക്കൽ കബൂലാകാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മൾ സഹാബത്തും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ് സഹാബത്തും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് സഹാബത്തും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? സഹാബാക്കളായ മഹാന്മാർ
നിർവഹിച്ച കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നിർവഹിച്ചിരുന്നത്. നമ്മളാണെങ്കിൽ എങ്ങനെയെങ്കിലും നിർവഹിക്കണം, ഏയിലെങ്കിലും മോശമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ഹജ്ജിന് പോകണം എന്നുള്ളതാണ്. പക്ഷേ സഹാബാക്കളായ മഹാന്മാരെന്താണ്, അവരുടെ നിയ്യത്തൊന്ന് മാത്രമായിരുന്നു. എത്ര ചെറിയ അമലുകളായി പോയാൽ പോലും അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കണമെന്ന നിയ്യത്തോടു കൂടിയാണ് അൽഹംദുലില്ലാഹ് അവർ നിർവഹിച്ചത്. അത് പഠിക്കാനും അമൽ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സിറാജ് നമ്മളെ ഹജ്ജിൻ്റെ ട്രെയിനറാണ്. ഇൻഷാ അല്ലാഹ് ഗവൺമെൻറ് ഹജ്ജിന് പോകുന്ന ആളുകൾക്കുള്ള നിർദ്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ തരും. അതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ 2024 ഹജ്ജിന് പോയ സന്ദർഭത്തിൽ നമ്മളൊരു ക്വിസ് പ്രോഗ്രാം നടത്തിയിരുന്നു. ഇൻഷാ അല്ലാഹ് ആ ക്വിസ് പ്രോഗ്രാമിൽ ഓൺലൈൻ ക്വിസാണ് നടത്തിയിരുന്നത്. അതിലുള്ള സമ്മാനം അൽഹംദുലില്ലാഹ് തലശ്ശേരിയിലുള്ള ഒരു സുഹൃത്തിനാണ് കിട്ടിയത്. ഇൻഷാ അല്ലാഹ് തലശ്ശേരിയിൽ നൗഷാദ് സാഹിബിന് ഇൻഷാ അല്ലാഹ് മൗലവി ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇൻഷാ അല്ലാഹ് അമാനുല്ലാഹ് സാഹിബ് ഇപ്പോൾ നൽകുന്നതാണ്. അവിടുന്ന് ചെയ്തത് അൽഹംദുലില്ലാഹ് നമ്മൾ അവിടെ തന്നെ അതിൻ്റെ സമ്മാനം കൊടുത്തിരുന്നത്. ഇതൊരു ഡിജിറ്റൽ ഖുർആനാണ്. നല്ല ഒരു സമ്മാനമാണ് അൽഹംദുലില്ലാഹ് മൗലവി ട്രാവൽസ് അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നല്ല വിലയുള്ളൊരു സമ്മാനമാണ് അൽഹംദുലില്ലാഹ്. ഡിജിറ്റൽ ഖുർആനാണ്. ഏകദേശം 20ഓളം കാര്യങ്ങളുടെ ഓത്തുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 20ഓളം തഫ്സീറുകൾ അൽഹംദുലില്ലാഹ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും അടങ്ങിയ നല്ലൊരു സമ്മാനമാണ് അൽഹംദുലില്ലാഹ്. മൗലവി ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇൻഷാ അല്ലാഹ് തലശ്ശേരി സ്വദേശിയായ നൗഷാദ് സാഹിബിന് ഇത് നൽകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. വീണ്ടും ഹജ്ജിനും ഉംറയ്ക്കും പോകാനുള്ള തൗഫീക്ക് ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഇനി ഹാജിമാർക്കുള്ള നിർദ്ദേശങ്ങൾ ഇൻഷാ അല്ലാഹ് ഹജ്ജ് ട്രെയിനർ ഇൻഷാ അല്ലാഹ് സിറാജ് നൽകും. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതേപോലെ തന്നെ ദുആ ചെയ്യും. അതിൽ ഇടയിലൊന്ന് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് ഇതിന് കുറേ സമയം അൽഹംദുലില്ലാഹ് ഉണ്ട്. അടുത്ത ക്ലാസ്സിന് ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും വരണം. ഹജ്ജ് ഉംറ ആഗ്രഹിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ക്ലാസ്സിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മളിതിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടർ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പേര് കൊടുത്തിട്ട് പോകാമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം ഹജ്ജ് ക്ലാസ് നടത്തുമ്പോൾ നമ്മൾ നിങ്ങളെ വിളിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മൾ ഈ പറഞ്ഞത് കേട്ടത് ഒരു സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഹാജിമാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി ഹജ്ജ് ട്രെയിനർ സിറാജ് തെക്കിലിനെ ക്ഷണിച്ചുകൊള്ളുന്നു.